This video is powered by MyG Future. Experience the next. Aju Varghese and Neeraj. What is the most ridiculous rumor? 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിഗരറ്റ് വാങ്ങിച്ചത്. ഞങ്ങളുടെ സീരീസിൽ കിസ്സുണ്ട്. ഓ യാ. അങ്ങനെ പറയല്ലേ. എന്റെ പൊന്നു പേർലി അടങ്ങി. ഒരു റാപ്പറിന് പോലും പറ്റാത്ത സാധനമാണ് ഞാനിപ്പോ ഉണ്ടാക്കിയത്. എല്ലാം അടിക്കണം. 1 2 3. വിഷ്ണുവിന്റെ അമ്മയുടെ കൂടെ പഠിച്ചിട്ടുണ്ടോ? ഞാനൊരു വൈബ് തള്ളയാടാ. ഇതൊക്കെ എന്റെ TRP നമ്മള് ഭയങ്കരമായിട്ട് വിഭജിച്ചു പോകുന്നു. ഈ ഷോ ഞാൻ ഉദ്ദേശിച്ച റൂട്ടിലല്ലോ പോയത്. You have to sing a song for us. Exclusively teasing for you. Hello guys, welcome to a brand new episode of MyG Presents Parimani Show. ഇന്നത്തെ എപ്പിസോഡിൽ രണ്ട് വളരെ പവർ പാക്ഡ് ആയിട്ടുള്ള രണ്ട് ബ്യൂട്ടിഫുൾ ഗസ്റ്റുകളാണ്. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ പേഴ്സൺ നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുകയും നല്ല അടിപൊളി റോൾസിലൂടെ നമ്മളെ ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു അടിപൊളി ആക്ടറാണ് അജു വർഗീസ്. ആൻഡ് ദി അതർ പേഴ്സൺ വെരി വെരി ടാലന്റഡ് ആക്ടറാണ്, ഡാൻസറാണ്. ഹീസ് ഓൾസോ എ സിംഗർ, ഹീസ് എ റാപ്പർ ആൻഡ് ഹീസ് എ സ്റ്റൈൽ ഐക്കോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഹീസ് none other than Neeraj Madhav. So let's invite Aju Varghese and Neeraj Madhav onto Parimani Show. Aju Varghese, a name that instantly brings a smile to our faces. With his impeccable comic timing, natural acting, and endearing screen presence, Aju has become a beloved, loving figure in Malayalam cinema. From Malarwadi Arts Club to many other unforgettable performances, he has carved his own space in the industry. Today, we are thrilled to welcome Aju Varghese to the Parimani Show. Neeraj Madhav, a multi-talented star who has made waves not just as an actor but also as a prominent rapper in the industry. From captivating us with his stellar performances in Malayalam and Hindi cinema to marking popularity in music world with his own powerful lyrics and unique style, Neeraj continues to redefine creativity. With great joy, let's welcome the dynamic Neeraj Madhav to Parimani Show. Parimani Show. Hello guys, welcome to MyG Presents Parimani Show. I'm like, എൻ്റെ എനർജി ഇങ്ങനെ 100 കഴിഞ്ഞു പോയിരിക്കുകയാണ് ബിക്കോസ് ടു എനർജി പവർ പാക്ക് പീപ്പിൾ ആണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. Aju Varghese and Neeraj. Neeraj, എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല ബിക്കോസ് യു ലുക്ക് സോ കൂൾ ആൻഡ് ഐ ലവ് വാട്ട് യു വെയറിങ്. എനിക്ക് എപ്പോഴും നമ്മുടെ എപ്പിസോഡിൽ ഒരാൾ വരുമ്പം ഐ ഫീൽ ലൈക്ക് ദേ ബ്രിങ് ദാറ്റ് എനർജി ഓൾസോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വൈബ്സ് ഐ തിങ്ക് ഒന്ന് ബാലൻസ് ചെയ്യാനൊന്നും അവിടെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഈ വള ഊരി കൊടുക്കട്ടെ. ഞാൻ പോട്ടെ, എന്റെ ഒരു പ്ലാൻ ബി ഉണ്ട്. ഞാനിത് ഒന്ന് ബാലൻസ് ആദ്യം തന്നെ വേണ്ട. എന്റെ ഉടുപ്പൊന്നും പാകാവില്ലെങ്കിലും എന്റെ പ്രാഡ ഗ്ലാസസ് അണ്ണനെനിക്ക്. പ്രാഡയാണോ? എനിക്ക് എന്തെങ്കിലും ഉണ്ടടാ? ചേട്ടന് പിന്നെ അതല്ല ആക്ച്വലി കച്ചവടമാണോ? ഒരു പ്രാഡയൊക്കെ എടുത്ത് I think I'm so happy to have both of you on the show and love under construction നടന്നുകൊണ്ടിരിക്കുകയാണ് because there is something under construction ഇവിടെ. ഞാൻ അതിൻ്റെ 2 എപ്പിസോഡ് കണ്ട ഒരാൾ എന്ന നിലയിൽ I just want to say you both nailed it as performers. Thank you. And അവിടെ ഒരു കണ്ണാടി കൊടുക്കണം. ആണല്ലേ, ഒരു ബാലൻസ്ഡ് ആവുന്നില്ല. ഞാൻ ആക്ച്വലി നിങ്ങളുടെ കണ്ണ് കാണാൻ പറ്റാത്തതുകൊണ്ട് എവിടെയാ നോക്കണേ, എന്താ ചെയ്യണേ, ഉറങ്ങാണോ എന്ന് ഞാൻ എങ്ങനെ അറിയും? അതപ്പോ തിരിച്ച് ഞങ്ങൾക്ക് ആ സംശയം. ഞാൻ വിചാരിച്ചു പേളി ഇതിനേക്കാളും മറ്റേ പരിപാടി പിടിച്ചിരിക്കും. എന്ത് പറ്റിയെന്ന് അറിയില്ല ഗൈസ്, ഞാൻ വല്ലാത്ത ജാതി ആ മൂടാണ്. ഇതൊരു ചെറിയ തള്ള വൈബായോ? ഞാനൊരു വൈബ് തള്ളയാടാ. I am a mother but I am vibe. Hey, he's a vibe tanda. Your vibe vibes. പതിവില്ലാതെ നീരജ് മാധവിൽ നിന്നൊരു മെച്യൂരിറ്റി. അല്ല, നീരജിന്റെ മോൾ ഇപ്പൊ എത്രയാ? 8ലാ. ഏകദേശം ഒരേ സമയത്ത് മോളുണ്ട്. കുട്ടികൾക്ക് ഒരേ പ്രായമാണ്. അവിടെ പേരുകളൊക്കെ ഒന്ന് പറയാം. ഇവാൻ, ജോവാന, ജെയ്ക്ക്, ലൂക്ക്. എപ്പോഴെങ്കിലും പേരുകൾ മാറിപ്പോയിട്ടുണ്ടോ? ഉണ്ട്.
ഇതാരാന്നൊക്കെ. അങ്ങനല്ല, വിളിക്കാൻ നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുമ്പോൾ റീസെന്റ് ഞാൻ ഈ ഓൺലൈൻ മീഡിയയിൽ കാണുന്ന വീഡിയോസിൽ അജിച്ചേട്ടൻ എവിടെയെങ്കിലും പോകുമ്പോൾ പിള്ളേരെയും കൊണ്ടുപോകണമെങ്കിൽ ദർ ഹാസ് ടു ബി എ ബറ്റാലിയൻ അല്ലെ, കുറേ പേരുണ്ട് വാവുകളെ പിടിക്കാനും. സോ ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ഹാവ് 4 babies at home and നമ്മൾ ടൂറിന് പോകുമ്പോൾ പിള്ളേര് എണ്ണീട്ട് കയറ്റൂല്ലേ ബസ്സിൽ, റോൾ നമ്പർ? വിശാഖിന്റെ കല്യാണത്തിന് പോയപ്പം എല്ലാരെയും വിളിച്ച് വണ്ടി കയറ്റി ലാസ്റ്റ് ഞാൻ അടയ്ക്കാൻ പോകുമ്പോഴത്തേക്ക് ഒരുത്തം വരുന്നു, നീ എവിടെയായിരുന്നു? ഐ തിങ്ക് ഞാൻ ഒന്ന് കണ്ണാടി ഒരുക്കണേ, നിങ്ങളുടെ ആ സുന്ദരമായ കണ്ണുകളൊന്ന്. യെസ്, എന്നാ ഇങ്ങനെ മതി. ഓ യു ഹാവ് ബ്രൗൺ ഐസ്. യെസ്, ഐ ഡു ഹാവ് ബ്രൗൺ ഐസ്. ആണോടാ? എന്റെയും ബ്രോഡാ. ആണോ? ഇത് നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ ഇച്ചിരി ചുവപ്പുണ്ട്. ആണോ? അത് രാവിലെ അല്ല, ഇന്നലെ അല്ല ഉറങ്ങാത്ത അടിയില്ലേ. You don't drink? യൂസ് ടു, Okay. പക്ഷെ നിർത്തി. രണ്ടു Why? What hurt? തല്ലിപ്പൊളി കള്ളുകൂടിയനായിരുന്നു. ആണല്ലേ? There is a stage എല്ലാവരുടെ ലൈഫിൽ ചിലതൊക്കെ നിർത്തണം, അതെ. ചിലതൊക്കെ തുടങ്ങണം. അതെ. I think I'm just looking at the energy. ഇവർ രണ്ടുപേരും ഒരുമിച്ച് വിഷ്ണുയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സെറ്റിന്റെ എനർജിയാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അന്നത്തെ എനർജി വേറൊരു എനർജി ആയിരുന്നു. കാരണം അന്ന് നമ്മൾ കഥാപാത്രങ്ങൾ ഇങ്ങനെയൊന്നും അല്ല. ഞാൻ പറഞ്ഞു അജോട്ടാ, ഞാൻ വിഷ്ണുവിനോടും പറഞ്ഞു നമ്മുടെ പ്രൊമോഷനിൽ ഞാൻ കഥാപാത്രമാകാൻ ശ്രമിക്കട്ടെ, കാരണം ഇതും അതുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ ഞാൻ അങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അതിലോട്ട് പക്ഷേ ഒരുപാട് മാറിപ്പോയി നീരജേ, ഒരുപാട് മാറി. ഐ തിങ്ക് ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിൽ നിന്ന് പുറത്ത് വരണം നമ്മൾ. ആൻഡ് ഐ തിങ്ക് നീരജിന്റെ ഈ ഒരു ലുക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഐ തിങ്ക് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഈ ലുക്കില് എന്നോട് ചോദിച്ചു, പുള്ളി പണ്ടും ഇങ്ങനെയാണ് നമുക്കറിയാം, ഇന്ന് ഇതൊക്കെ വേണം, ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ. Can I tell you something? He has a great sense of style. Yeah. And the fact that he's spending so much money on shoes. ഇതൊക്കെ എന്ത് ചെയ്യും? വീട്ടിൽ ആരും ഒന്നും ചോദിക്കൂല. ഇത്രയും ഷൂ, എത്ര ഷൂ ഉണ്ട്? 82 ഉണ്ടടാ? 82 ഉണ്ടാവും. ക്ലോസ് ടു 100. മൈ ഗോഡ്. ഇപ്പൊ കുറച്ച് ചവിട്ടി ഞാൻ, കാരണം ഒരു അതെ ഷൂട്ട ചവിട്ടണല്ലോ. സോറി. അല്ല, കുറച്ച് പിന്നെ ഭയങ്കര ക്രേസ് ഉള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എങ്ങനെ വെക്കുന്നത്? ഒരു ഷെൽഫിലാണോ? എനിക്കൊരു ഷൂ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബോക്സസ് ഉണ്ട്. യു ക്യാൻ സീ ത്രൂ ദം. അപ്പൊ കേറുമ്പോ തന്നെ ഇങ്ങനെ അതാണ് ഹൈ പല പല ഒരു സിംഗപ്പൂർ ഷൂട്ടിന്റെ സമയത്ത് 4-5 ഷൂ ആ ഷൂട്ടിന്റെ ഇടയ്ക്ക് ഡെലിവർ ആയിട്ടുണ്ട് ഓൺലൈനിൽ നിന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ കേരളത്തിൽ ആരും ഇങ്ങനെ ഇടുന്ന വേറെ ഒരു ആക്ടർ ഇല്ല. ഇങ്ങനെ തുടങ്ങി കേരളത്തിൽ വേറെ ആക്ടർ ഉണ്ടോ എന്ന് ആലോചിക്കട്ടെ. ഇല്ല, ഹിന്ദിയില് രൺവീർ സിംഗ്, ഇവിടെ നീരജ് മാധവ്. എവിടെ നിന്ന് എവിടെ എത്തി നോക്കൂ. അതാ 7 വർഷം മുന്നേ ഇങ്ങനെ നടക്കുമ്പോ ഞങ്ങൾ കളിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോ ഒക്കുമല്ലോ അല്ലേ? അല്ലല്ല, ഇന്ന് പണ്ട് അങ്ങനെയായിരുന്നു. നന്നായി കളിയാക്കിയിട്ടുണ്ട്, നന്നായി. കാര്യം ഈ ഒരു വട്ട്, ഈ ഒരു ക്രേസിനെസ്. ഇപ്പൊ നീരജിന് ഇന്ന് രാവിലെ ഇതൊക്കെ ഒന്ന് ഇച്ചിരി കൂടി പോയോ? ഞാൻ പറഞ്ഞു, എടാ ഇന്ന് ഇത് ഈ ക്രേസിനെസ് ആക്സെപ്റ്റ് ചെയ്യുന്ന കാലം വന്നപ്പോ നീ മാറിപ്പോയോ? മാറിയിട്ടില്ല. പക്ഷെ ഈ ആരെങ്കിലും ഒക്കെ കമ്പനി കൂടാനുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് പൊളിക്കും. ഞാൻ പേളിൽ നിന്നത് പ്രതീക്ഷിച്ചിരുന്നു. ബെഡ്ഷീറ്റ് ഇട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഭയങ്കര വേർത്തന്നെ. എനിക്ക് നീരജനയിലും സ്റ്റൈലുള്ള ആളാണ് ഞാൻ. അത് പിന്നെ ദൈവം അറിഞ്ഞാണ് ഈ മുടി തന്നിരിക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. എന്റെ ഗേൾസ് പോയി കുറച്ച്. ഈ ഇതിന്റെ സംവിധായകൻ വെട്ടിക്കളഞ്ഞു. വിഷ്ണു എന്റെ കൂടെ പാട്ട് പഠിച്ച മമ്മിയുടെ മോൻ. അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടോ നിങ്ങൾ? വിഷ്ണുവിന്റെ അമ്മയും വേറെ ഒരുമിച്ചാ പഠിച്ചേ. ആണോ? പക്ഷെ അത് ടോബി അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. വിഷ്ണുയുടെ അമ്മ, വിഷ്ണു ഞാൻ ഒരേ ഏജ് ആണ്. അതല്ല, വിഷ്ണുവിന്റെ അമ്മയുടെ കൂടെ പഠിച്ചിട്ടുണ്ടോ? അതെ. പാട്ട് അതിനുശേഷം തോറ്റു വിഷ്ണുവിന്റെ കൂടെയും പഠിച്ചു. Love under construction. Okay. Our flow. Yes, I loved it. First then ആ ബാത്റൂമിൽ ഇരിക്കുന്ന സീൻ. Wow. അതായത് ഒരു വെബ് സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ന്യൂഡിറ്റി വന്നു. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അജു ചേട്ടന്റെ എന്താ പറയാ ഒരു ന്യൂഡ് സീൻ കാണാം? എന്റെ പൊന്ന് പേർലി അടങ്ങിയിരിക്കും. പക്ഷെ പൂർണ്ണമായിട്ട് ന്യൂഡല്ല. ഒരു ചേട്ടന്റെ ഫോൺ എടുത്തേ. ഫോണോ? എന്താ മാറ്റി വെച്ചേ? അത് ഡെറ്റോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ. ടോയ്ലറ്റാ. അതൊക്കെ നിങ്ങളിപ്പോ പറയുന്നു, ഞാൻ വിശ്വസിക്കൂല. അത് അത്ര നാച്ചുറൽ ആയിട്ട് ചെയ്തത്. പിന്നെ പക്ഷെ ആര് വിളിച്ചപ്പോഴത് വീണത്? ഈ മുഖം. അതെ, അതായിരുന്നു ഈ കഥയുടെ തുടക്കം അല്ലേ? ഇതെല്ലാത്തിനും കാരണം ആ കുളിയാണ്. കുളി അല്ലായിരുന്നുള്ളത്. നമുക്ക് ടോപ്പിക്ക് മാറ്റാം. ശരിക്കും ആ സീൻ ചെയ്തപ്പോ നാണം വന്നില്ലേ? പറഞ്ഞപ്പോ ഒന്നും ബോധർ ചെയ്തില്ല, പക്ഷെ ചെയ്യാൻ പോയി നിന്ന് കഴിഞ്ഞപ്പം ഇപ്പം ഇവൻ്റെ പോലത്തേക്ക് ബോഡിയൊക്കെ ആണെങ്കിൽ ഓക്കെ, അത്യാവശ്യം ഇത്രയെങ്കിലും ആണെങ്കിൽ ഇത് ഞാൻ പോയി പ്ലേ ബാക്ക് കണ്ടപ്പം
ആ സീൻ നിങ്ങളത് കാണണം. തുടക്കത്തിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ മിസ് നീ ചെയ്യും. അടുത്ത് റൈഫിൾ ക്ലബിൽ അനുരാഗ് കശ്യപ് ചാപ്പാക്കുരിശിലെ എനിക്കൊരു സമാധാനം ആംഗിളാ വെച്ചിരിക്കുന്നത്. പക്ഷെ അനുരാഗ് ഇപ്പൊ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല ഇതിൽ ഷോർട്സ് കാണില്ല, ഇതിൽ ഷോർട്സ് ഉണ്ട് കാണാത്ത. ചാപ്പാക്കുരിശിലെ ഫഹദിന്റെ ഒരു ആംഗിൾ ഇല്ലേ കറക്റ്റ്, അതേപോലെ സെയിം സാധനം. പുള്ളിക്ക് ഒരു ഫർക്കൗട്ട് ഉണ്ട്, അതിൽ ഇങ്ങനെ ബാത്റൂമിലേക്ക് എല്ലാ ആണുങ്ങളും, ഞാൻ ശ്രീനിയുടെ അടുത്തൊക്കെ ബാത്റൂം പോകുമ്പോൾ ഞാൻ പറയും ബൈ ശ്രീനി, ആഫ്റ്റർ 1 year we'll see each other. Because ശ്രീനി കുറേ നേരം ബാത്റൂമിൽ എന്തോ. നിങ്ങളൊന്നും സമയം എടുക്കില്ല. ആണുങ്ങൾ ബാത്റൂമിൽ ഫോണായിട്ട് കയറിയാൽ Actually, what are you guys doing in the bathroom? നമ്മളിങ്ങനെ ബ്രെയിൻ സ്ട്രോമിങ് ഒക്കെ. അതെ, മനസ്സമാധാനം. Like, I'll tell you something. Srini bathroom career, രാവിലെ I think it takes at least half an hour. ന്യായമായ ടൈം. മുടിയൊക്കെ നരച്ചിട്ടൊക്കെയാ തിരിച്ചു വരുന്നത്. Like, I feel like time ഒക്കെ കുറേ wrinkles ഒക്കെ ഇല്ല, ആണുങ്ങളുടെ ഒരു ചിന്തിക്കുന്ന സ്ഥലം. Are you like that? I don't know, I should ask Deepti. I am like that. You're like that. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, വാട്ട് ഇസ് ദിസ് അബൌട്ട്? വെബ് സീരീസ് അബൌട്ട്? എനിക്കറിയാം, പക്ഷെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി. ആൻഡ് ഹൗ ഡിഡ് യു ബോത്ത് കം ഇൻ ടു ദ സീൻ? ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ബേസിക്കലി നമ്മളുടെ സൊസൈറ്റിയിലുള്ള കുറച്ച് ആൾക്കാരൊരു ക്രോസ് സെക്ഷനാണ്. നമുക്ക് എല്ലാം അറിയുന്ന ക്യാരക്ടേഴ്സ് അതിനകത്തുള്ള എല്ലാ ആൾക്കാരും. സോ ബേസിക്കലി വിഷ്ണുവിനെ അറിയുന്ന ആരുടെയൊക്കെയോ കഥകൾ വിഷ്ണു എഴുതി വെച്ച പോലെ എനിക്കത് വായിച്ചപ്പം തോന്നിയത്. ഇതൊക്കെ ആരാ ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു നായകൻ്റെ 50% എങ്കിലും പിന്നെ വിഷ്ണുവിൻ്റെ മനോവ്യാപാരങ്ങളാണ്. സ്വന്തം ആക്ച്വലി അൽച്ചേട്ടൻ്റെ ക്യാരക്ടറിൻ്റെയും സൈക്കി ബിൽഡ് ചെയ്യാൻ പുള്ളി അതിലെ കൂടെ ഒക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദ ബെസ്റ്റ് തിങ് ഇസ് ഐ തിങ്ക് ദിസ് വിൽ ബി വൺ ഓഫ് ദ മോസ്റ്റ് റിലേറ്റബിൾ സീരീസ് ടു കം ഔട്ട്. കാരണം നമ്മളൊരു പ്രവാസി കമ്മ്യൂണിറ്റി, നാട്ടിലുള്ള ഒരു ഇപ്പോഴത്തെ ഒരു യങ്ങർ ജനറേഷൻ, കല്യാണമൊക്കെ കഴിക്കാൻ നിൽക്കുന്ന പ്രായത്തിലുള്ള ആൾക്കാർക്കും അവരുടെ പേരൻസിൻ്റെ ജനറേഷനും ഇവരെല്ലാവർക്കും ഈ കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഇന്നാവാൻ കാര്യം, ഞാൻ ഈ പറഞ്ഞ പോലെ RDX കഴിഞ്ഞിട്ട് മറ്റേ നഞ്ചക്സ് ഒക്കെ പിടിച്ച് ഒരു ചോരത്തളപ്പിൽ നിൽക്കുക. ആക്ഷൻ ചെയ്യാൻ വേണ്ടി ഇതിന്റെ മുകളിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും മേലെ. അപ്പോഴാണ് വിഷ്ണു എന്നെ വിളിച്ചിട്ട് പറയുന്നത്, RDX ഇറങ്ങിയിട്ടില്ല കേട്ടോ, ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളൂ, ഇങ്ങനൊരു സംഭവമുണ്ട്. പുള്ളി നേരിട്ട് നമ്മൾ ഇരുന്ന് ഒരു നരേഷൻ കഴിഞ്ഞു. എനിക്ക് കഥ ഭയങ്കര വർക്കായി. റൈറ്റിംഗ് വാസ് ക്വൈറ്റ് ഇംപ്രസീവ്. ഞങ്ങളുടെ ക്യാരക്ടേഴ്സൊക്കെ കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഭയങ്കര ഓർഗാനിക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്രൊജക്റ്റിൻ്റെ ഭാഗമാവണമെന്ന് ഭയങ്കരമായിട്ട് തോന്നുന്നു. പക്ഷെ ഞാനിപ്പോൾ വേറൊരു മൂഡിലാണ്. ഞാൻ ഈ മൂഡല്ല. അപ്പോൾ എനിക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേട്ടൻ വേറെ മൂഡ്. പക്ഷെ വിഷ്ണു എന്നെ കൺവിൻസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീരജ് പണ്ട് അവിടെ ഒരു നമ്പർ ഇട്ട് വിഷ്ണു നീരജിനെ ഇത് പറ്റൂ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഇത് തന്നെയല്ലേ ടോമിയുടെ അടുത്ത് വന്ന് പറഞ്ഞു. ഇത് തന്നെ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അടുത്ത സിനിമയ്ക്ക് ഡേറ്റ് വാങ്ങിക്കാൻ. അതിലല്ല ഞാൻ വീണത്. ഞാൻ വീണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറെ ലൈക്കബിൾ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന. നമ്മുടെ വടക്കൻ സെൽഫിയും സപ്തമശ്രീയിലെ നാരായണൻകുട്ടിയും അതിന്റെ ഒരു. അപ്പോൾ പുള്ളി പറഞ്ഞ അത്തരം ക്യാരക്ടേഴ്സ് നീരജ് ഇപ്പം ചെയ്യാതെ കുറെ ആയില്ലേ. അതെനിക്ക് പറഞ്ഞതിലൊരു കാര്യമില്ലേ. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഐ തിങ്ക് അത് വളരെ ട്രൂ ആണ്. ബിക്കോസ് നീരജിന്റെ തന്നെ ഇപ്പം ആക്ഷൻ വരുമ്പോൾ അത് വേറെ തന്നെ നീരജാണ്. പിന്നെ ഈ റാപ്പോ ഡാൻസ് ആ ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം നീരജ് എന്ന് പറയുമ്പോൾ ഐ ഹാവ് സീനും പെർഫോമർ ആയിട്ടാണ് എനിക്ക് പെട്ടെന്ന്. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഹീസ് എൻ അമേസിങ് സിംഗർ, അമേസിങ് ഡാൻസർ, അമേസിങ് സ്റ്റേജ് അങ്ങനെ കയ്യിലെടുക്കുന്നത് എല്ലാവർക്കും കിട്ടുന്ന ടാലന്റ് അല്ല അജു. ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ഓൾ ആക്ടേഴ്സ് ക്യാൻ ഓൾസോ ഓൺ ദ സ്റ്റേജ്, നോട്ട് ഓൾ സിംഗേഴ്സ് ഓൾസോ. പാട്ട് പാടുന്ന എല്ലാവർക്കും സ്റ്റേജ് അങ്ങനെ ഓൺ ചെയ്യാൻ പറ്റില്ല. ആൻഡ് നീരജ് ഹാസ് ദാറ്റ് ടാലന്റ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ആക്ടിങ്ങും ദൈവം ഇങ്ങനെ കനിങ്ങി നൽകിയിരിക്കുകയാണ് ഇത്രയും ടാലന്റ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ ദാറ്റ് ഈ ഒരു ക്യാരക്ടറിൽ ഐ ഫീൽ ദാറ്റ് ലവി ഡവി ഒരു മാൻ മാഡ്ലി ഇൻ ലവ് വിത്ത് എ ഗേൾ ആൻഡ് ട്രൈങ് ടു കൺവിൻസ് the world about her. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അത് മാത്രമല്ല ഞാൻ 2 എപ്പിസോഡ് പേരൻസുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റും അവരുമായിട്ടുള്ള ഒരു വീട് എന്ന് പറയുന്ന ഒരു ഇമോഷനും ഭയങ്കര, അതാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ വീട്. ആൻഡ് കമ്മിങ് ടു അജുസ് ക്യാരക്ടർ, അജു ഐ ഫെൽറ്റ് ലൈക്ക് ഭയങ്കര ഒരു മെയിൽ ഷോവിനിസ്റ്റിക്. ഹി ഈസ് നോട്ട് എ ബാഡ് പേഴ്സൺ, ഹി ഈസ് ജസ്റ്റ് ബാഡ്. ലൈക്ക് ഹിസ് ഇന്റൻഷൻസ് ആർ റൈറ്റ്. അതായത് ഇൻ ഹിസ് മൈൻഡ് ഹി തിങ്സ് ഹി ഈസ് റൈറ്റ്. അദ്ദേഹത്തിന് അത് കറക്റ്റ് ആണ്. അദ്ദേഹത്തിന് പക്ഷെ അയാൾ ഒരു ചീത്ത ആളാ. ടോക്സിക് ട്രേറ്റ്സ് ഉണ്ട്, പക്ഷെ ഉള്ളിൽ നന്മയുണ്ട്. ഒരു ആനിമൽ.
ഓ അതെങ്ങനെയുണ്ട്? ഞാനിപ്പോ അത് ആലോചിച്ചോണ്ടിരുന്നത്. അതായത് ഈ പേളിയുടെ ഷോയിൽ വന്ന ഒരു ഗുണമുണ്ട്, നമുക്ക് സംസാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കേ. എന്താ ചോദിച്ചത്? എന്ത് പേളിക്ക് എത്ര വയസ്സായി? എടാ അതൊന്നും ചോദിക്കല്ലോ. കാര്യം എല്ലാവർക്കും അറിയാലോ വിഷ്ണുവിന്റെ അമ്മയുടെ കൂടെ പഠിച്ചാന്ന്. പഠിച്ചാന്ന് അറിയാം. അങ്ങനെയല്ല, വിക്കിയുടെ അടുത്ത് ചോദിച്ചു നോക്ക്. വിക്കിപീഡിയ. ഓ ആ വിക്കി. ആൻഡ് അജുയുടെ ക്യാരക്ടർ, ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻടു ദാറ്റ് ക്യാരക്ടർ? ബിക്കോസ് അത് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് എനിക്ക് വളരെ ഈസി ആയിരുന്നു. ആൾക്കാർക്ക് ഭയങ്കര ഹെയ്റ്റ് കൊണ്ടുവരാൻ, കുറച്ച് ഡിബേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് വളരെ ബ്രൂട്ടൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. ഇന്ന് സൊസൈറ്റിയിൽ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അകത്ത് കൊടുക്കും. അകത്തല്ല, സോഷ്യൽ മീഡിയ അറ്റാക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ആക്ച്വലി. സോ ഹൗ ഡിഡ് യു പ്ലേ ദിസ് ക്യാരക്ടർ? അത് തന്നെയായിരുന്നു ആ ക്യാരക്ടർ ചൂസ് ചെയ്യാനുള്ള റീസൺ. ഒന്ന്, എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാം. ഞാനൊരു പരിധിവരെ കഥ വിച്ച് ഐ എം ട്രൈങ് ടു ചേഞ്ച്. അപ്പം എനിക്കതുകൊണ്ട് തന്നെ അയാളുടെ ഒരു മൈൻഡും തോട്ട് പ്രോസസ്സും ഒക്കെ എനിക്ക് അഭിനയിക്കേണ്ട ആവശ്യം വരില്ല. പക്ഷെ അയാളുടെ ഒരു ജെനുവിൻ സൈഡ് ഞാൻ കണ്ടത്, വിനോദ് ഈസ് ഹിസ് യങ്ങർ ബ്രദർ. ഇവൻ്റെ ഫ്യൂച്ചറിന് നല്ലത് ഉള്ളതാണ് എൻ്റെ ഇൻറ്റൻഷൻ പ്യുവറാണ്. ഇതായിരുന്നു ഒരേ ഒരു ക്വാളിറ്റി എനിക്കതിൽ കാണാനുള്ളത്. ബാക്കിയൊക്കെ അയാൾ ഇന്നത്തെ കാലത്ത് മിക്കതും തെറ്റാണ്. അയാളുടെ ആശയങ്ങൾ, അയാളുടെ തോട്ട് പ്രോസസ്, രീതികൾ. എനിക്ക് തോന്നുന്നു അവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. ആൻഡ് ഐ തിങ്ക് വെബ് സീരീസിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഐ എം മോർ ഇൻ ടു വെബ് സീരീസ് OTT വന്നതിന് ശേഷം. ബിക്കോസ് വെബ് സീരീസിൽ ഒരു ക്യാരക്ടറിനെ ഡെപ്തിൽ കാണാൻ പറ്റും. വേറെ സിനിമയിലൊക്കെ അത് പെട്ടെന്ന് തീർക്കും അവർ. പക്ഷെ വെബ് സീരീസിലാണ് ഓരോ ക്യാരക്ടറിനെയും മൈന്യൂട്ടായിട്ട് അവരുടെ ഡീറ്റെയിലിംഗ് കിട്ടുക. അപ്പം നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സിനായിട്ടും അറ്റാച്ച്ഡ് ആവും. ചിലർക്ക് ചില ക്യാരക്ടേഴ്സിനായിരിക്കും ഫേവറേറ്റ് ആവുന്നത്. അതെ, ഇപ്പം ഡീകപ്പിൾഡ് എന്ന് പറഞ്ഞ ഞാൻ കൊറിയൻ ഡ്രാമയാ സത്യം പറഞ്ഞാൽ ആണല്ലേ. ഇതിന്റെ കിങ് ആ കൊറിയൻ ഡ്രാമയുടെ പ്രശ്നം എന്താണെന്നറിയോ, അവരൊരു 2 പേര് ലവിലായിരിക്കും, അവർ ലവ് ആവും. പക്ഷെ ഒരു 10ാമത്തെ എപ്പിസോഡ് വരെ ഒരു കിസ്സിങ് സീൻ പോലും ഉണ്ടാവില്ല. കിസ്സിന് വേണ്ടിയാണോ ഇത് കാണുന്നത്? അല്ല, കാണാൻ പറ്റിയ വേറെ സാധനങ്ങളുണ്ട്. അതല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ 2 പേര് ലവിലാണ്. അപ്പൊ ആ പെണ്ണിങ്ങനെ വീഴും, ഇങ്ങനെ എന്നൊരു പാട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇപ്പൊ കിസ് ചെയ്യും. ഇത് 3ാമത്തെ എപ്പിസോഡാണെങ്കിൽ എനിക്കറിയാം കിസ് ഇപ്പൊ വരൂല. അപ്പൊ ഇതുവരെ വരും. അപ്പൊ ഒരു അപ്പാപ്പം വരും. അപ്പൊ അവര് ഇങ്ങനെ മാറിപ്പോവും. അതിന് 10ാമത്തെ സീനിൽ കറക്റ്റ് കിസ് ചെയ്യുമ്പോൾ നിരുബേബി വന്നിട്ട് പറയാം എനിക്ക് അപ്പിയിടണം. അപ്പൊ ആ മൂഡ് പോയിരുന്നു. പേടിക്കണ്ട, ഞങ്ങളുടെ സീരീസിൽ 4ാമത്തെ എപ്പിസോഡിൽ കിസ് ഉണ്ട്. വേണ്ട, ഇതൊന്നും വേണ്ട, ഞാൻ നിർത്തി. ഞാൻ അങ്ങോട്ടേ പോണില്ല. ഞാൻ ഓക്കെ ഗൈസ്, ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. നിങ്ങൾ 2 പേരും നീരജ് കാല് വെച്ചിട്ട് നീരജ് ഇങ്ങനെ പതുക്കെ മാറ്റി വെക്കങ്ങനെ എന്റെ TRP എന്നെ പാന്റ് ഇടാൻ നോക്കി എന്നെ ട്രൗസർ ഇടിച്ചിരിച്ചിരിക്കുകയാണ്. ഇതാണ് എന്റെ TRP. ഞാൻ ഷോർട്സ് ഇത് മതി. നീരജ് അറിയാം ഞാൻ ഹാഫ് ഗ്രിൽഡ് ആണ്. ഇപ്പൊ നല്ല TRP ആയിരിക്കും. ഏതായാലും അയ്യോ ഈ ഷോ ഞാൻ ഉദ്ദേശിച്ച റൂട്ടിലല്ലല്ലോ പോയത്. ഇത് ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും ഇപ്പൊ തന്നെ അയ്യോ ഇത് എന്ത് വെബ് സീരീസ് ആയത് അജോർഗീസിന്റെ ബിറ്റ് ഉണ്ടോന്ന് ഇല്ല. ഓക്കെ ഗൈസ്, നമ്മള് ഭയങ്കരമായിട്ട് വിഭജിച്ചു പോകുന്നു. വ്യതിചലിച്ചു വിഭജനം എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ അല്ലേ? വിഭജനമല്ല പറഞ്ഞത്, വ്യഭിചരിച്ചു പോകുന്നു. ഒരു മിനിറ്റ്, ഒരു ടച്ചപ്പ് എടുത്തോട്ടെ. വ്യഭിചരിച്ചു പോണെന്നാണോ പറഞ്ഞത്? വ്യഭിചരിച്ചു പോകുന്നു. അപ്പൊ മൈജി പ്രസൻസ് പൊരിമാടി ഷോയിനി അടുത്തൊരു ചെറിയൊരു ഗെയിം ആണ്. അതായത് ഗെസ് ദ സോങ്. അതിന് മുമ്പ് എന്താ പറഞ്ഞേ? മൈജി സ്പീഡ് പറഞ്ഞു. മൈജി പ്രസൻസ് പൊരിമാടി ഷോയില്. ഓ യാ. ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കും. ആ ഫോട്ടോ ആക്ച്വലി ഒരു പാട്ടാണ്. ഓക്കെ, ദ ഫസ്റ്റ് സോങ് ഇസ് ഫോർ ബോത്ത് ഓഫ് യു. അറിയുന്ന ആള് ബെല്ലടിക്കുക. ബെല്ലടിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറയാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ജിമിക്കി കമ്മൽ അടിച്ചിട്ട് പാട്. എന്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ, എന്റെ പെൺ കട്ടോണ്ട് പോയി, എന്റെ പെണ്ണിന്റെ ബ്രാൻഡ് ബെല്ലടിച്ച ആൾക്കാ പോയിന്റ്. എന്റെ അമ്മ കുടിച്ചു തീർത്തേ. അതന്നെ, കുടിച്ചു തീർത്തു, കട്ടോണ്ട് പോയി. എന്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ, അപ്പൻ കട്ടോണ്ട് പോയി. ബെല്ലടിച്ചാലേ പോയിന്റ് ഉള്ളൂ. ബെല്ലടിക്കണം. 1 2 3. അല്ല ഇനി നോക്കാം. ഇല്ല, ആൻസർ പറയുന്ന കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി. അത് കിട്ടിയില്ലായിരുന്നു അല്ലേ? ഇല്ല, പുഷ്പം. ഞാൻ ബെല്ലടിച്ചിട്ടേ നോക്കുന്നു. അത് പറ്റൂല. ഇത് നല്ല ഗെയിം അല്ലേ? ഇത് എനിക്കിഷ്ടായി. ഒരു കഥ വാതിൽക്കൽ
പൂവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ഇത് ഞാൻ ഈ പാട്ട് വെക്കാൻ കാരണമുണ്ട്. അജുചേട്ടന്റെ ക്യാരക്ടർ ഇതാണ് വിശ്വസിക്കുന്നത്. അതായത് ഭാര്യ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ കണ്ണിൽ എണ്ണയൊക്കെ ഒഴിച്ച് മെഴുകുതിരി കത്തിച്ച് ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ ഇരിക്കുവോ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും? ഇപ്പൊ ലേറ്റ് ആയിട്ട് വന്ന് എന്ത് ചെയ്യും? നമ്മൾ കയറി നമ്മൾ തന്നെ ഭക്ഷണം എടുത്ത് ചൂട് ആക്കാനുള്ള മടി കാരണം തണുത്തത് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കണ്ടെന്ന് പറയും. അതുകൊണ്ട് പുറത്തുനിന്ന് കഴിച്ചിട്ട് നമ്മൾ തന്നെ കഴുകി വെച്ചിട്ട് നമ്മൾ പോയി കിടന്നു. ഹൗ അബൌട്ട് യു? ഞാനോ? വീട്ടിൽ ലേറ്റ് ആയിട്ട് പോവാണെങ്കിൽ, കല്യാണത്തിന് മുമ്പ് അമ്മയാണെങ്കിൽ എങ്ങനെയായിരുന്നു? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഭക്ഷണം വെച്ചാലും ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പുറത്തുനിന്ന് കഴിക്കും. ഐ ഡോണ്ട് കെയർ അവരെ എക്സിസ്റ്റ് ചെയ്യുന്നു പോലും. അങ്ങനെയല്ല, ഭക്ഷണത്തിന് വേണ്ടി അവരെ നമ്മൾ ആലോചിക്കാറില്ല. അടുത്ത ക്വസ്റ്റ്യൻ. കരിമീൻ വറുത്തതുണ്ട്. കരിമീനാണോ? അല്ല, അയല പൊരിച്ചതുണ്ട്. കരിമീൻ വറുത്തതുണ്ട്. കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. മുല്ലപ്പൂ നിറമുള്ള ചോറുണ്ട്. ചെറുമണി തുമ്പപ്പൂവാണ്. അതൊന്നും ഒരുമിച്ച് പാട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ മാമച്ചത്. ഹൃദയം മഞ്ഞ് വലത്തോട്ട്. ഇതെന്താ, റൈറ്റ് ആണോ? സിമ്പിൾ ആയിട്ടാണ്. ക്ലൂ. ഒരു പൂവൻ. ഇതെന്താ? ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം. ഇത് ഞങ്ങൾ തോറ്റുപോയി. ഞാൻ തിരിച്ചു വെച്ചു. ചീറ്റിംഗ് ആയിരുന്നു. അത് ചീറ്റിംഗ് പറയാൻ പറ്റില്ല. എന്താ അറിയോ? അതല്ല, നമ്മള് അത് നിന്റെ എടുത്തു ചാട്ടം. അല്ല, ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയില്ലേ? അല്ല. അടുത്ത കോൺഗ്രസോ? തൂമ്പ കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, നീരജിന് വേണ്ടി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും, ബക്ര കാട്ടി ബടക്കായി, വടക്കും തെക്കും നടന്ന് നടുപൊടിക്കും. ആയിരം കണ്ണുമായി കാത്തിരുന്നു. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി, മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ആ പാട്ടിൽ ഫീൽ ചെയ്യാം. அப்படியே சொல்றேன். നിങ്ങൾ എത്ര വർഷത്തെ പരിചയമാണ് നിങ്ങൾ രണ്ടുപേരും? 13. അതിനേക്കാൾ നമ്മൾ ആദ്യം കണ്ട കൂട്ടിയാ ആക്ച്വലി മോർ ദാൻ 15. ഞാൻ സിനിമയിൽ എത്തുന്നതിന് മുമ്പ് ചേട്ടനെ കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഞങ്ങളുടെ കോളേജിൽ ഷൂട്ടിങ്ങിന് വന്നിട്ട് ഞാൻ പോയിട്ട് പരിചയപ്പെട്ട്. എങ്ങനെയായിരുന്നു? ഉളിപ്പോരെന്ന് പറഞ്ഞ സിനിമ, ഫഹദ് ഖാന്റെ സിനിമ. ഓക്കെ. നീരജ് അവിടെ സ്റ്റുഡന്റ്, സ്കൂൾ ഓഫ് ഡ്രാമ. ആ സമയത്ത് നീരജ് വന്നിട്ട് സംസാരിച്ചു. Did you feel that ഒരു സ്പാർക്ക് ഉണ്ട് ഈ പയ്യനിൽ? ഭയങ്കര ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്താ ഇതൊക്കെ, വാട്ട് ഈസ് ഹാപ്പനിങ്, എന്തൊക്കെയാ ചെയ്യുന്നത്, എത്ര ദിവസത്തെ ഇതുണ്ട്. ആകെ എൻ്റെ അടുത്ത് അവിടെ നിന്ന് അങ്ങനെ സംസാരിച്ച ഒരേ ഒരാൾ. അതുകൊണ്ട് ഞാൻ ഓർത്തിരുന്നേ, ഒരേ ഒരാൾ. സത്യം, അതാണ് ഇവിടുന്ന് ഒരു ഒച്ചയൊക്കെ കേട്ടത്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സിനിമ നീരജ് ഞാൻ അഭിനയിച്ചു. ഐ തിങ്ക് ഇന്നലെ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു നമ്മൾ തമ്മിൽ എത്ര സിനിമ, അങ്ങനെ 5-6 സിനിമയായി. പിന്നെ ഒരു 3-4 സിനിമയും കൂടെ വേറെ കിട്ടി. അങ്ങനെ എനിക്കൊന്ന് മോർ ദാൻ 10 ഫിലിംസ്. ആൻഡ് ഇഫ് ദർ ഇസ് എനി അഡ്വൈസ്, ഇപ്പം നീരജൻ എന്തെങ്കിലും ലൈഫിലോ കരിയറിലോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന 2 പേരാണോ നിങ്ങൾ? ഓർ ഇസ് ഇറ്റ് മെയിൻലി ഒരു വർക്ക് ബേസ്ഡ് ഫ്രണ്ട്ഷിപ്പ് ആണോ, അതോ ഒരു വേറെ പേഴ്സണൽ ലെവലിലായി യു ബോത്ത് ക്ലോസ് ടു? പേഴ്സണൽ ലെവലിൽ. ഇപ്പൊ എന്റെ കുറെ വസന്തം ഐറ്റംസിനെയൊക്കെ കൃത്യമായി അദ്ദേഹം ക്രിട്ടിസൈസ്, ലവകുശൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ കുറേ തോട്ട് പ്രോസസ്സ്, അതായത് ഞാൻ ആ സമയം കൊണ്ട് ഞാൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടറും എൻ്റെ റിയൽ ഏജും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ആ സമയത്ത്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് അത് താല്പര്യപ്പെടുന്നില്ല ടു പ്ലേ സമ്മൺ വെരി യങ്ങർ. 10-15 വയസ്സ് വ്യത്യാസമുള്ള ഡിഫറൻസ് ഒക്കെ വന്നപ്പോൾ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു അത് അഭിനയിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, യു മേ ബി മച്ച് ഓൾഡർ അല്ലെങ്കിൽ എൽഡർ ആയിരിക്കാം, പക്ഷേ ക്യാരക്ടറിന് ആ ലുക്ക് ആൻഡ് ഫീൽ ഉണ്ടെങ്കിൽ യു ക്യാൻ പ്ലേ ഇറ്റ്. അങ്ങനെയാണ് ഞാൻ ലവകുശ ആക്ച്വലി ചെയ്തത്. ഇല്ലെങ്കിൽ അന്നേ ഞാൻ അത് ചെയ്യാൻ ചാൻസ് ഇല്ല.
അപ്പം അതിൻ്റെ സന്തോഷം എന്താ വെച്ചാൽ നമ്മൾ ലവകുശ 2 ചെയ്യാൻ തീരുമാനിച്ചു. Whoa. And I think that's how friendship is. നമ്മളുടെ ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പുഷ് വേണ്ട സമയത്ത് നമുക്ക് കറക്റ്റ് ഗൈഡൻസ് തരുന്നതാണ് ഫ്രണ്ട്ഷിപ്പ്. ലവ് ആൻഡ് കൺസ്ട്രക്ഷനിലെ തുടക്കത്തിൽ ഇപ്പോൾ ഈ ഫീനിക്സ് പോലത്തെ സിനിമകൾ ചെയ്ത് ഞാൻ ഫീനിക്സ് ഇന്നലെ പറയാൻ കാര്യം മറ്റേത് പിന്നെയും കുറച്ചും കൂടി യങ്ങാ. മറ്റേത് ഞാൻ 3 പിള്ളേർ അച്ഛൻ ഫീനിക്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. അപ്പം വളരെ സീരിയസ് ആയിട്ട് ഈ റോള് ഞാൻ ചെയ്യാൻ നോക്കി. നീരജ് എന്നെ കണ്ടിട്ട് അയ്യോ ഇളകിക്കോ ഫുൾ മാറിക്കോ എന്നും പറഞ്ഞു. അത് അയാൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചെയ്തത്. വിഷ്ണുവിനും ഒരു പരിധി കൂടുതൽ ചിലപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഓക്കെ ആണോ. നീരജിന് പക്ഷെ അറിയാം ഇതല്ല ഇയാൾ പിടിക്കണ്ടേന്നുള്ളത്. അല്ല, പറയാനുള്ള സൗഹൃദത്തിന്റെ ഒരു വിഷയമുണ്ടല്ലോ. അത് പിന്നെ വിഷ്ണുവിനെ കണ്ടപ്പോൾ മനസ്സിലായി അത് തന്നെ മതി. കുറച്ച് എന്നിട്ട് നമ്മൾ റീഷൂട്ട് ചെയ്തു ഒരു സീൻ. നമ്മൾ വായിച്ചപ്പം കുറേ കൂടെ ലൈക്കബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു. ഈവൻ ഹി ഹാവ്സ് ടോക്സിക് ട്രേറ്റ്സ്, സ്റ്റിൽ ഹി വാസ് എ എവിടേക്ക് അത് ജസ്റ്റിഫൈ ചെയ്യും. അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുക ഈ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും. പക്ഷെ അജുവേട്ടൻ അതിനെ അപ്രോച്ച് ചെയ്തത് കുറച്ചും കൂടെ ഒരു ഒരു സീരിയസ് അപ്രോച്ചിലായിരുന്നു. അപ്പോൾ അയാളുടെ നിഷ്കു അങ്ങോട്ട് പുറത്തോട്ട് വരാത്ത പോലെ എനിക്ക് തോന്നി 2-3 സീൻ ഒരു സീൻ കണ്ടപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പേ. അപ്പോൾ അജുവേട്ടൻ്റെ അടുത്ത് എനിക്ക് എന്തും പറയാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ്. ഈ പറഞ്ഞ പോലെ മറ്റേ എല്ലാ ദിവസവും വിളിക്കുന്ന അങ്ങനെ ചിലപ്പോൾ ഞങ്ങൾ മാസങ്ങളോളമൊക്കെ സംസാരിക്കരുതുണ്ടാവും. ബട്ട് ഇഫ് ഐ ഹാവ് ഈവൻ എ പേഴ്സണൽ കൺസേൺ നമുക്ക് വിളിക്കാൻ പറ്റിയ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ ഫ്യൂ പീപ്പിൾ ഇൻ ദ ഇൻഡസ്ട്രിയാണ്. And I think that has really showed the energy നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള എനർജി in the web series. Okay guys, അപ്പോൾ ഇനി മൈ ജി പ്രസൻസ് പെർലിമാണി ഷോയിൽ ഇനി നമ്മളൊരു ചെറിയൊരു റാപ്പിഡ് ഫയറിലേക്ക് കയറാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ അയച്ചേട്ടാ സ്പീഡിൽ ആൻസർ, അധികം ചിന്തിക്കരുത് കേട്ടോ. അപ്പം തോന്നുന്നു വേണം പറയാൻ. ഇഫ് യു വേർ ടു ഓപ്പൺ റെസ്റ്റോറൻറ്റ്, ഒരു കട തുടങ്ങണം, ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുവാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റിലെ സിഗ്നേച്ചർ ഐറ്റം എന്തായിരിക്കും ഫുഡായിട്ട് വെക്കുക? അപ്പം സ്റ്റൂ. എന്ത് സ്റ്റൂ ആയിരിക്കും? ചിക്കൻ. മട്ടൻ സ്റ്റൂ ആക്കായിരുന്നു. അത് ഓപ്ഷനിലൊന്ന് വെക്കോ. നീരജിന് വേണ്ടി മട്ടൻ സ്റ്റൂ. അപ്പത്തിന്റെ കൂടെ പൊറോട്ട. പൊറോട്ട ഞാൻ ഭയങ്കര ഫാനല്ല. അപ്പത്തിന്റെ കൂടെ പൊറോട്ടയോ? പൊറോട്ടയും സ്റ്റൂ വേണ്ട. ഇത് എൻ്റെ കടയല്ലേ. സോറി. അടുത്തത്, വാട്ട് ഇസ് ദ മോസ്റ്റ് വിയേർഡ് തിങ്? ഒരു ക്യാരക്ടർ കിട്ടും, നമ്മൾ ആദ്യം ചിലപ്പോൾ ചില കാര്യങ്ങൾ ഗൂഗിൾ ചെയ്യുമല്ലോ. അപ്പോൾ ഏറ്റവും വിയേർഡ് ആയിട്ടുള്ള ഒരു കാര്യം ഗൂഗിൾ ചെയ്തത് എന്താണ് ഒരു ക്യാരക്ടറിന് വേണ്ടി? ലുക്സ് ആയിരിക്കാം. ലുക്സ് അത് ചെയ്യാറുണ്ടോ? ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ആവശ്യം വന്നില്ല. കാര്യം ഇത് ഞാൻ തന്നെ ക്ലോസർ ആണല്ലോ. അപ്പൊ എന്റെ ഒരു മണ്ടൻ വെർഷൻ ലുക്ക് മതിയല്ലോ. ക്ലീൻ ഷേവ് അടിച്ച് ഇതൊക്കെ സൈഡിലോട്ട് ചെയ്യ വെച്ച് ഇച്ചിരി നല്ല വയറൊക്കെ. എനിക്കൊന്ന് വിഷ്ണു പറഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടി 5-6 കിലോ കൂട്ടിയല്ലേ വിഷ്ണു? കഷ്ടപ്പെട്ടു. വിഷ്ണു പറഞ്ഞിട്ട് കൂട്ടിയിട്ടൊക്കെ ചെന്നു മനസ്സിലാക്കിയിട്ട്. വിഷ്ണുവിന് അത് ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് സ്വയമേ ചേട്ടൻ ഇപ്പൊ ഒരു സിനിമയ്ക്ക് വേണ്ടി 6 പാക്ക് ആക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി സിനിമയ്ക്ക് വേണ്ടിയാണ് ചെയ്യും. അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലവോഷ 2-ന് വേണ്ടിയിട്ട് 6 പാക്ക് ആക്കേണ്ടി വരും തോന്നുന്നു. അതിന് മുമ്പേ ഒരാൾ ചോദിച്ചു, ഇഫ് യു കുഡ് ഡിലീറ്റ് വൺ സീൻ ഫ്രം എനി ഓഫ് യുവർ മൂവീസ്. അപ്പൊ നമ്മൾ ഇത് കുറെ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, പക്ഷെ ഇപ്പോഴും ആ സീൻ കാണുമ്പോൾ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു സീനാണ്. സിനിമ പറയാൻ പാടാ. പറഞ്ഞോ. കുറേ സിനിമകളിൽ തോന്നാറുണ്ട് നമ്മൾ അഭിനയിച്ച പഴയ സിനിമകളായിരിക്കും അല്ലേ മൊത്തത്തിൽ. ഞാൻ പേര് പറയുന്നില്ല സിനിമയുടെ. ഞാനും ധ്യാനും കൂടെ അഭിനയിച്ചൊരു സിനിമ. ഞാൻ ധ്യാനോട് ചോദിച്ചു, സദാ ഇതേപോലെ തിയേറ്ററിൽ പടം വർക്കായില്ല, DVD റൈറ്റ്സ് അങ്ങ് വാങ്ങിച്ചാലോ ഒന്ന്. DVD റൈറ്റ്സാ, അതാകുമ്പോൾ ആർക്കും കൊടുക്കണ്ടല്ലോ, ആരും കാണില്ലല്ലോ. ഇതേതാന്ന് എനിക്ക് പിന്നെ പറഞ്ഞു എനിക്കാണ് ആ DVD അയച്ചേ. അപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല, അവർ DVD ഇറക്കിയില്ല. വിച്ച് ഫിലിം സെറ്റ് ഫെൽ ലൈക്ക് ഒരു സെക്കൻഡ് ഹോം പോലെ തോന്നിയ ഒരു ഫിലിം ലൊക്കേഷൻ? എൻ്റെ വീട് പോലെ തന്നെ തോന്നിയ ഒരു ലൊക്കേഷൻ. വീട് പോലെ വീട് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും കംഫർട്ട്. നമുക്ക് നല്ല ഭക്ഷണം അല്ലേ, സുഖമായിട്ട് ഉറങ്ങാം അല്ലേ. ഒരു വീടിൻ്റെ പുറത്താകുമ്പോഴാണല്ലോ നമ്മൾ കുട്ടികൾ അല്ലെങ്കിൽ നമുക്കൊരു ഉറങ്ങാനൊരു ഒരു കോർണർ ഓഫ് ദ മൈൻഡിൽ നമ്മളുടെ ഒരു ചിന്ത ഉണ്ടാവും. വീട്ടിലാകുമ്പോൾ പിന്നെ നമുക്ക് ആ ചിന്ത വേണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഉറങ്ങാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിൽ പോയി കഴിഞ്ഞാൽ. അപ്പം അതുപോലെ തോന്നുന്ന സെറ്റ്, ഇൻഫാക്ട് എല്ലാ സെറ്റും
കുറച്ചുകൂടി അതായത് ബന്ധം തോന്നി. ജാളിയാക്കി ഷൂട്ട് ചെയ്ത് അതായിരിക്കും ഇത്രയും ചിന്തിച്ചപ്പോ ഞാൻ ഇത് എല്ലാ സെറ്റിലും പോയി കിടന്ന് ഉറങ്ങും. അപ്പൊ വടക്കൻ സെൽഫി തോന്നിയിട്ടുണ്ട്. അതിൽ ഫുൾ ഉറക്കുമായിരുന്നു. അല്ല വടക്കൻ സെൽഫി ഈ ഒരു അതാ ഞാൻ പറഞ്ഞു മൂഡ് ഒന്ന് ഇത് മാറ്റി ഡൈനാമിക്സ് മാറ്റി വീട് മാറ്റി ജോളി ഫൺ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി. വീട് 4 കുട്ടികള് അപ്പൊ അങ്ങനെ ഒരു അച്ഛൻ ഉറങ്ങാത്ത ഒരു വീടാണ്. അച്ഛൻ ഉറങ്ങുന്ന വീടാ, അമ്മ ഉറങ്ങാത്ത വീടാ. അപ്പൊ ലൈക് വെൻ യു സ്ലീപ് പിള്ളേരിങ്ങനെ വന്ന് ഡിസ്റ്റർബും ചെയ്യില്ല. ഇല്ല, അപ്പൊ 4 പേർക്ക് ഞാൻ ഇപ്പൊ ഒരു 8 and 10 ആയി. അല്ലല്ല, അയ്യോ വയസ്സ് ഞാൻ ഇപ്പുറത്തെ ഒരാൾക്ക് ഈ കൈ ഇങ്ങനെ പ്രസ് ചെയ്തോളാൻ പറയും, അച്ഛോ ഈ കൈ പ്രസ് ചെയ്തോളാൻ പറയും, ഇപ്പുറത്ത് ഈ മുട്ടിന് കൊച്ചുങ്ങളെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കണം തലയും കൈയൊക്കെ. പിള്ളേർക്ക് ഇഷ്ടം അത്. പിള്ളേർ എന്റെ മോള് മറ്റേ ഉറക്കാനൊക്കെ വരും എന്നെ, എനിക്കൊന്നും തല മസാജ് മടിയിൽ തലേണൊക്കെ വെച്ചിട്ട് വാ കിടക്ക് ഉറക്കി തരാന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഐ തിങ്ക് ശ്രീനിനെ അവരെന്താ ചെയ്യാന്നറിയോ, മുഖത്ത് ആ സ്റ്റിക്കർ ഇന്നൊട്ടിക്കുക. എനിക്ക് എന്റെ കുറെ ഫോട്ടോ ഉണ്ട്, സ്റ്റിക്കർ ഒട്ടിച്ച ലിപ്സ്റ്റിക് ഇട്ടത്. ഈ ഗേൾ ബേബീസ് അങ്ങനെയാ. റോക്കിന്റെ പേര് ഡ്വെയിൻ ജോൺസൺ. പുള്ളി ഒരു ഫോട്ടോ ഇട്ടിരുന്നു, ഒരുക്കി സുന്ദരിയാക്കി. എന്റെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം ഒരു ഫോട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു കുഡ് റീപ്ലേസ് വൺ സൗണ്ട് ഓഫ് യുവർ അലാം, ഇപ്പൊ നമ്മുടെ ഒരു അലാം ഉണ്ടല്ലോ, വിത്ത് എനി മൂവി ഡയലോഗ്, ഏത് മൂവി ഡയലോഗ് വെച്ചിട്ടായിരിക്കും ആ റീപ്ലേസ് ചെയ്യുക? പുല്ലേ ഒന്ന് ആലോചിക്ക്, രാവിലെ തന്നെ അതെന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ എല്ലാരും കേൾക്കും ആ റൂമിലുള്ള. പക്ഷെ എണീപ്പിക്കാൻ വേറെ വഴിയില്ലല്ലോ, അല്ലാതെ ഇങ്ങനൊക്കെ വിളിച്ചു അയ്യോ നിന്നെ ഫോട്ടോ കാണിച്ചു. സെയിം സ്റ്റിക്കർ ആണല്ലോ നിലൂനും. ഇത് തന്നെ അവള് ഭയങ്കര ഹാപ്പി, ഒരു അച്ചീവ്മെന്റ് ഫീൽ ആണ്. അതെ, എന്താ ഇത് നോക്കൂ, ഇത് വീഡിയോ ആണ്. പക്ഷെ ഒരാള് മടിയിലിരുന്ന് കണ്ടോണ്ടിരിക്കുക. സ്റ്റിക്കേഴ്സ് അല്ലേ? ഐ തിങ്ക് സ്റ്റിക്കർ ആണ് ഇപ്പോഴത്തെ സ്റ്റിക്കർ മെയിൻ പരിപാടി. കഴുകണ്ടല്ലോ. ഫേഷ്യലും ഉണ്ട്, ഇത് കണ്ടോ ഫേഷ്യൽ. അത് കരിയാണോ? അതെന്തോ മാസ്ക്, മറ്റേ ചാർക്കോൾ മാസ്ക്. അപ്പൊ പുല്ലേ അതാണ് വെൻ ആസ്ക് ഫോർ യുവർ മോസ്റ്റ് ഫണ്ണി മെമ്മറി ഫ്രം ചൈൽഡ്ഹുഡ്. ഇപ്പൊ ചെറുപ്പത്തിലെ ഇതുപോലത്തെ ക്യാരക്ടേഴ്സിന് കുറെ ഫണ്ണി മെമ്മറീസ് ഉണ്ടാവും. വൺ സച്ച് മെമ്മറി ഫ്രം ചൈൽഡ്ഹുഡ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പുറത്തു പോയി സിഗരറ്റ് വാങ്ങിച്ചത്. വലിച്ചു വന്നിട്ട് എന്നിട്ട് ഒരു ആവശ്യമില്ലാതെ കടക്കാരൻ ചേട്ടനോട്, അച്ഛന് വേണ്ടിയാട്ടോ, അയാൾ ചോദിച്ചൊന്നുമില്ല, അയാൾക്ക് ആവശ്യമായിട്ട് സാധനം സ്കൂളിലും പുറത്ത് ചാടി പോയി വാങ്ങിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കത്തിച്ചിട്ട് വലിച്ചു. പക്ഷെ വീടിനകത്ത് മണം നിൽക്കുന്ന അറിഞ്ഞില്ല. ചുമച്ചില്ല, അങ്ങനെ വലിക്കാൻ അറിയില്ലല്ലോ, കത്തിച്ച് കമ്പത്തിരിയൊക്കെ അങ്ങനൊന്നും അറിയില്ല. ഭയങ്കര അന്നെന്താ പറയുക, ഭയങ്കര അത് ഈ ഇന്ത്യ ടുഡേ വീക്ക് അതിൻ്റെയൊക്കെ പുറകിൽ ഭയങ്കര ഭംഗിയിൽ വരും. ഇപ്പം അന്നിത് ഭയങ്കര പബ്ലിക്കലി പറ്റുന്ന കാര്യമാണ്. വണ്ടിയിൽ ട്രെയിനിലൊക്കെ ആഷ്ട്രൈസ് ഉണ്ട്. സോ ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദിസ്, ഇപ്പോഴത്തെ പോലെ അല്ല. 1994. സോ അത് ആണ് എനിക്കിന്നും ഞാൻ വളരെ പ്രൗഡാണ്. ഇഫ് യു കുഡ് ടേക്ക് വൺ ടാലന്റ് ഫ്രം വിനീത് ശ്രീനിവാസൻ, എന്തായിരിക്കും അത്? എന്നിലത് ഇണങ്ങുമെന്നുള്ളതുണ്ട്. എന്തായിരിക്കും, എനിക്ക് ഇണങ്ങില്ല പുള്ളിയുടെ ഒരു കഴിവും. അങ്ങനെ പറയല്ലേ, എന്തെങ്കിലും ഒന്ന് ഇഴക്കിയെടുക്ക്. നമ്മള് ജേക്കബിന്റെ സ്വർഗ്ഗരാജ്യത്തില് അസിസ്റ്റ് ചെയ്യാൻ പോയിട്ട് ഡയറക്റ്റ് ചെയ്യാനൊക്കെ പിന്നെ ആലോചിച്ചില്ലായിരുന്നോ? പോയല്ലോ, അതോടുകൂടി വിട്ട്. അപ്പൊ അത് വേണ്ട. രാവിലെ ഞാൻ ആ പടത്തിലില്ല, പക്ഷെ ഞാൻ ദുബായിൽ ആ സമയത്തുണ്ടായിട്ട് ഞാൻ അജോന്റെ റൂമിലായിരുന്നു. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ചാർട്ടി കാപ്പിയൊക്കെ കുടിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റേ നേരെ കോൾ ടൈമിന്റെ തൊട്ട് മുന്നേ എണീറ്റ് ട്രൗസർ ഇട്ടിട്ട് പോകുന്ന ആളാ. കുളിക്കൂടാ? അത് സതയാണ് കുളിക്കാൻ. ധ്യാനല്ലേ? നമുക്ക് കുറച്ച് കുറ്റം. എനിക്ക് രാവിലെ എഴുന്നേറ്റ് റെഡി ആവാൻ കുറച്ച് സമയം വേണം. അപ്പം എപ്പോഴും ഇവരൊക്കെ എത്തിയിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ആയിട്ട് ഞാൻ എത്താം. അപ്പം ധ്യാനം എങ്ങനെ പോയാലും ഷാർപ്പാണ്. അപ്പൊ സംഭവം എന്താണെന്നറിയോ, ഇവൻ കിടക്കേന്ന് എഴുന്നേറ്റിട്ട് നേരെ ഇന്നോവ പോയിരിക്കുക. എന്നിട്ട് കുളിക്കൂല. 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അപ്പം അവൻ കുളിക്കും. രാവിലെ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ കേറുന്ന ഉന്നവലുങ്കിയൊക്കെ ഇട്ടിട്ട് നമ്മള് റെഡിയായി സെറ്റ് ചെയ്ത് മറ്റേ ഇതൊക്കെ ഇട്ട്
നമ്മൾ ഹാഫ് മേക്കപ്പ് ഡൺ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ആൾക്കാർ സെൽഫി ഒക്കെ എടുക്കാൻ പറ്റില്ലേ? ഇതൊക്കെ ഒന്ന് ഇട്ടല്ലേ? അപ്പൊ ചിലപ്പോ കുളിക്കായിരിക്കും. ഞാൻ പറഞ്ഞ ഈ മുണ്ടും ഒരു കറുത്ത മുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ധ്യാനിനെ ഇങ്ങനത്തെ ഒരു വേഷത്തിൽ. ഇങ്ങനെ നടന്നിരുന്ന ആളാ, അതാണ് ഏറ്റവും വലിയ അല്ലേ. കുറച്ചു കാലം യു വർ ജസ്റ്റ് ഹാൻഡഡ് എ ഫ്രീ വൺ വേ എയർപ്ലെയിൻ ടിക്കറ്റ്. എങ്ങോട്ടെങ്കിലും വയ്ക്കോ, എങ്ങോട്ട് പോകും? ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്ലൈറ്റിൽ കയറാൻ പേടിയുള്ള ആളാ. ആണോ? യു സ്കേർഡ് ഓഫ് ഫ്ലൈറ്റ്? അതുകൊണ്ട് എയറോപ്ലെയിൻ ടിക്കറ്റ് വേണ്ടെങ്കിൽ തിരിച്ചെടുത്തോളാൻ ടേക്ക് ഓഫിന്റെ സമയത്തെ എടാ കുലുങ്ങുന്നുണ്ടോടാ ഞങ്ങൾ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. റിയലി? ഇപ്പോഴും? എനിക്ക് ഇപ്പൊ സത്യം പറയട്ടെ, അതിന് ശേഷം എനിക്കും അത് ഡെവലപ്പ് ചെയ്തു. അയ്യോ, ഞാനൊരു സംശയം, നമ്മൾ കയറിയിരുന്ന് ഇത്രയും കാശൊക്കെ മുടക്കി അവർക്കൊരു മര്യാദ ഉണ്ടോ? കയറിയിരുന്ന് കഴിയുമ്പോൾ പാവം ഒരു കുട്ടി വന്നിട്ട് ഇതെങ്ങാണം താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യണം, ഇതെങ്ങാണം പൊട്ടിപ്പോയാൽ നിങ്ങളിത് ചെയ്യണം. നമ്മൾ ഈ കൊടുക്കുന്ന കാശിന് ഒരു മര്യാദ പറയണ്ടേ? ഇത് പറയാതിരിക്കണ്ടേ? നെഗറ്റിവിറ്റി വെളി എപ്പോഴും പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം എന്നല്ലേ? കറക്റ്റാ, സത്യം. അതുകൊണ്ട് ഞാൻ കേൾക്കാറില്ല അത് പറയുമ്പോ. ഒരു പ്രാവശ്യം കേട്ടു, പിന്നെ ഡെയിലി അത് കേൾക്കണ്ടല്ലോ. എനിക്കറിയാം ഇപ്പൊ അത് എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ പോരെ. എനിക്ക് ഫ്ലൈറ്റ് വീഴുമെന്നുള്ള പേടിയില്ല, എനിക്ക് ക്ലോസ്ട്രോഫോബിയ. അടച്ചിടുന്നു. എനിക്ക് അടച്ചിട്ട സ്പേസുകൾ. അപ്പൊ ലിഫ്റ്റിലല്ലേ വന്നത് ഇപ്പൊ? അത് പ്രശ്നമില്ല, ഇറങ്ങാൻ പറ്റുമെന്ന് അറിയാലോ. ഇത് കേറി കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങാൻ. എനിക്ക് ക്ലോസ്ട്രോഫോബിയ ഫീലിംഗ് ഇല്ലായിരുന്നു. ബിഗ് ബോസിൽ വന്നു ലാസ്റ്റ് ഒക്കെ. ഇത് ഇറങ്ങാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോ അതാണ് സംഭവം. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ അതായത് ചില സമയത്ത് പുറത്ത് പോകണം തോന്നും, ആൻഡ് ഫുൾ ടൈം ദർ ഇസ് ക്യാമറ, സോ ദർ ഇസ് നോ പ്ലേസ് ടു ഹൈഡ്. ബാത്റൂമിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ലോൺ സ്പേസ്. അവിടെ എനിക്ക് അതുപോലെ വന്നു. Like I want to go somewhere. അപ്പൊ I'm finding corner where I can just be myself, you know. ബാത്റൂമിൽ പോയിരിക്കുമ്പോൾ അത് വേറെ ഇഷ്യൂ ആവും. ലൈക്ക് കുറെ നേരം ബാത്റൂമിൽ ഇരിക്കുന്നു അങ്ങനെ. സോ അത് റിയലി ട്രിഗേർഡ് ലൈക്ക് ടുവേർഡ്സ് ദി എൻഡ്. ഐ തിങ്ക് എത്ര ദിവസം നിന്നിരുന്നു? 100 days. എങ്ങനെ നിന്നു? I don't know. ഇപ്പൊ പറ്റുമോ? ഒരു ദിവസം സർവൈവ് ഇനി I can't. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ അതുകൊണ്ട് ഒരുപാട് ഡിഫറൻസ് വന്നു. ആ ഒരു ഡിഫറൻസ് ഇരിക്കുന്നു. അതല്ല, അതൊരു വലിയ ഡിഫറൻസ്. 3 ഡിഫറൻസ് ജീവിതത്തിൽ വന്നു. അതല്ലാതെ ഒരു സെൽഫ്, ഒരു വ്യക്തിയിൽ ക്ഷമ ഇല്ല. ഒന്നും വന്നില്ല. ഐ തിങ്ക് ഐ ജസ്റ്റ് അണ്ടർസ്റ്റുഡ് ഇനി എന്തും തരണം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഒന്നും ഇനി ഒരു പ്രശ്നമേ അല്ല. അന്ന് അങ്ങനത്തെ ഭക്ഷണം കിട്ടൂല, അതാ പ്രശ്നം. ഭക്ഷണം മാത്രം കറക്റ്റ് ആണെങ്കിൽ ഞാനും പോയി. ഇപ്പൊ എനിക്ക് കുക്കിംഗ് അറിയാവുന്നതുകൊണ്ട് ഐ നോ ഐ ക്യാൻ സർവൈവ്. അപ്പൊ എന്തായാലും നല്ലൊരു കൈയടി കൊടുക്കാം. എവിടെ പോണേന്ന് പറഞ്ഞില്ല, ഫ്ലൈറ്റ് കയറുന്നേ ഇല്ലേ? എലോൺ മസ്കിന്റെ റോക്കറ്റ് ടിക്കറ്റ് തിരിച്ചുതരാം. എവിടെയെങ്കിലും നിനക്ക് തന്നേക്കാം. നീ എവിടെ പോണം? ഞാൻ എലോൺ മസ്കിന്റെ മറ്റേ സ്പേസ് എക്സിന്റെ റോക്കറ്റ് കയറിയിട്ട് സ്പേസ് ഒന്ന് അത്രയും പുറത്തേക്കൊന്നും വിടുന്നില്ല. ഡൊമസ്റ്റിക്കാ ഒരു മണിഷോ. മദ്രാസ് ആണോ? ഡൊമസ്റ്റിക് ആണോ? ഡൊമസ്റ്റിക്. മദ്രാസിൽ എന്തായാലും നല്ലൊരു കൈഡി ഫോർ അജി ചേട്ടൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ആ ഒരു അടിപൊളി ഒരു റാപ്പിഡ് ഫയർ സൂപ്പർ ആക്കിയതിന്. ഇനി ബിഫോർ സ്റ്റാർട്ടിങ് യുവർ റാപ്പിഡ് ഫയർ ഐ വാണ്ട് ആസ്ക് യു വാട്ട് ഈസ് ഹാപ്പനിങ് നമ്മുടെ മ്യൂസിക് സീൻസിൽ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? മ്യൂസിക് സീൻസിൽ കുറേ അണ്ടർലീസ് ട്രാക്കുകളുണ്ട്. ഈ വർഷം നിരത്തി പിടിച്ചിറക്കാൻ പോവാണ്. യു ഗൈസ് നോ സംതിങ്, ലോക്ക്ഡൗൺ ടോക്സ് എന്ന് ഞാൻ ആദ്യം ഒരു ഷോ ചെയ്തിരുന്നു. അന്ന് ഹി സ്റ്റാർട്ടഡ് സിംഗിങ് പണിപാളി പാടി ആൻഡ് യു സാങ് അനദർ സോങ് ഓൾസോ, നമ്മുടെ ജംഗിൾ സ്പേസ്. അതൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. ലൈക്ക് സോ ഐ ഹാഡ് ദ പ്രിവിലേജ് ഓഫ് റിലീസിങ്. അതുപോലെ എനിക്ക് ഇപ്പം എക്സ്ക്ലൂസീവ് ആയിട്ട് എന്തെങ്കിലും തരണം. ഒരു അണ്ടർലീസ്റ്റ് തരട്ടെ? തന്നോ? അപ്പൊ നീ ഇറക്കുമ്പോ ഞാൻ കോപ്പിറൈറ്റ് അടിക്കും ഇവിടെ നിന്ന്. അയ്യോ we are releasing a track called Old School Lady. നല്ല ടൈറ്റിൽ അല്ലേ? അതൊരു ഫങ്കി ഗ്രൂവി ഓൾഡ് സ്കൂൾ ലേഡി. തള്ള വൈബ്സ്. തള്ള വൈബ്സ് അല്ല, ഓൾഡ് സ്കൂൾ ഇന്നത്തെ ലേഡി. അന്ന് ഓൾഡ് സ്കൂൾ ടീച്ചറായിരുന്നോ? അങ്ങനെയല്ല, ഒരു ലവ് സോങ്. ഏതോ ടീച്ചറിന് വേണ്ടി ലേഡി. അപ്പൊ ടീച്ചർ അല്ലേ ഉള്ളൂ? ടീച്ചർ, അവിടുത്തെ നോൺ പ്രിൻസിപ്പൽ, പിടി ടീച്ചർ, മ്യൂസിക് ടീച്ചർ. അല്ല, ഓൾഡ് സ്കൂൾ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ. ഓൾഡ് സ്കൂൾ എന്ന് പറയുന്ന പദം ഉദ്ദേശിക്കുന്നത് പഴയ കൾച്ചർ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓൾഡ് സ്കൂൾ അപ്രോച്ച്. സോ ഓൾഡ് സ്കൂൾ. ഐ തിങ്ക് പല പാട്ടുകളും ഭയങ്കര ഇത് പാട് ഓൾഡ് സ്കൂൾ ലേഡി. നീ അതൊന്ന് പഠിക്കാൻ നോക്കട്ടെ. പാടുന്നില്ല, പ്ലേ ചെയ്യാം. അത് പ്ലേ ചെയ്യും. അതല്ല, പാടിയിട്ട് പ്ലേ ചെയ്യും. മാർഷൽ ഓൺ ചെയ്യാം. മ്യൂസിക് വേണം അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം. ബിക്കോസ് നീരജ് ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് പാട്ട് കേൾക്കാണ്ട് വിടാൻ പറ്റില്ല. സോ യു ഹാവ് ടു സിംഗ് എ സോങ് ഫോർ us. Not sing. I'll sing with the beat because it's an unreleased track. Okay. Exclusively teasing for you. ഇപ്പൊ ഓൾറെഡി അത് ഇറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ ഇതിപ്പോ പാടുന്ന സമയത്ത് ഇത് എക്സ്ക്ലൂസീവ് ആയിരുന്നു. അതെ.
വേറെ നമ്മുടെ അയ്യോ സോറി. മാടപ്രാവി. സാമ്പിൾ. അഴുകുന്നൂറ് മേനി മനമോ ഒന്ന് തേങ്ങി വരുമോ ഏഞ്ചൽ ബ്യൂട്ടി ഓ ഗേൾ യു സോ പ്രിറ്റി യു മൈ ഓൾഡ് സ്കൂൾ ലേഡി ഐ ഐ എൻ്റെ മധുരത്തിൻ്റെ ഖനി ഐ ഐ എൻ്റെ മധുരത്തിൻ ഖനി ഐ ഐ യു മൈ ഓൾഡ് സ്കൂൾ ലേഡി. I'm a chettu paiyan, no red flags, karututta kaya, I can swing that, vaddi vottamaya, you can touch that. Let's chit chat. അടിപൊളി. പക്ഷെ how do you come up with these words? നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. I also have very intense lines or ഇപ്പം ജംഗിൾ സ്പീക്സിലെ മറ്റേ അക്കാണും മലയുടെ കീഴെ കാടുകൾ നീളെ കുന്നുകൾ മേലെ ഇപ്പോൾ അത് മൊട്ടക്കുന്നായി പോടുകൾ നിറയെ ക്വാറികളരികെ അതിനുള്ളിൽ കരിമരുന്നു പല ഉരു നിറഞ്ഞു വെടി ചിതറി മിന്നി മഴ കഥ പറഞ്ഞു കര കവിഞ്ഞൊഴുകി പല മരം പിഴുതു പുഴ നിറഞ്ഞൊഴുകി നിൻ വഴിമുടങ്ങി ഹാ പ്രളയം എങ്ങും പ്രളയം അവ എന്ന് പറയുന്ന പോലുള്ള സാധനങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ബട്ട് ദ പോയിന്റ് ഇസ് വി ക്യാൻ ട്രാവൽ ഇൻ എനി റൂട്ട്. Yes. പണിപ്പാളിയിലേക്ക് സിമ്പിൾ അല്ലേ? അതായത് ഇന്റൻസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള റാപ്പ് മാത്രം ചെയ്യണമെന്നില്ല. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കമേഴ്ഷ്യൽ സോങ്സും ദിസ് ഇസ് എ ഫങ്കി ഗ്രൂവി സോങ്. ഒരു ആക്ച്വലി റാപ്പ് സോങ്സിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് സം സോർട്ട് ഓഫ് എ റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു കൂടുതലും. ദേ വാണ്ടഡ് ടു സേ തിങ്സ് ടു ദ സൊസൈറ്റി, മെസ്സേജ് കൊടുക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന, ലൈക്ക് ഈവൻ ഫോർ യുവർ ദിസ് തിങ് ആനിമൽസിന്റെ ഒരു റിലേറ്റഡ്. ബട്ട് കൻ യു സിംഗ് എ ഫ്യൂ ലൈൻസ് ഫ്രം ദാറ്റ്? അതിന്റെ കുറച്ചും കൂടി ഇന്റൻസ് ആയിട്ടുള്ള ഒരെണ്ണം കൂടി. അതായത് ഡാൻസ് ലൈക്ക് എ പീകോക്ക് എന്ന് പറഞ്ഞ അതിനകത്തുള്ള ഇതാണ് ഞാനിപ്പോൾ പാടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എലിഫന്റിന്റെ ഒരു അതോ ആ ഭാഗം. എലിഫന്റിന്റെ അല്ല, ഞാൻ ആ കുരങ്ങിന്റെ, അതായത് സുലൈമാൻ എന്ന് അവൻ പറഞ്ഞ വരെ ലൈക്ക് കൻ യു സിംഗ് ദാറ്റ് സുലൈമാൻ? യാ, ദാറ്റ്സ് വാട്ട് ഐ വാണ്ടഡ്. ഈ സാധനങ്ങളൊക്കെ അന്ന് ഞാൻ ലൈക്ക് ഹീസ് ട്രൈങ് ടു ക്രിയേറ്റ് ഒരു മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഹ്യൂമൻ അട്രോസിറ്റീസിനെതിരെ ആനിമൽസ് സംസാരിക്കുന്ന, അപ്പൊ ഒരു മങ്കീന്റെ പെർസ്പെക്റ്റീവ് ഉള്ള സാധനമായിരുന്നു. അതെ. ആ ഇത് 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 കാക്കാ ക്ലിക്ക് ക്ലിക്ക് ക്ലിക്ക്. എന്റെ പേര് സുലൈമാൻ, ഈ ചുരത്തിലെ ഹനുമാൻ, വനരകുലം ഞാൻ, വാലില്ല കവി ഞാൻ. ഓ ഡോണ്ട് തിങ്ക് ഐ എ നെയിം, ഞാനൊരു മങ്കി ഐ ഹാഡ് എ ടെയിൽ. എന്റെ കഥ ഞാൻ ഇപ്പൊ പറയാം, ലിസൺ ടു മൈ ടെയിൽ. ഏതോ വണ്ടി കേറി പോയി, വാല് മുറിഞ്ഞ് കഥ തീർന്ന് ഞാൻ മണ്ടി പോയി. അവിടെ ചോര വാർന്നു കിടന്നു, തിരിഞ്ഞു നോക്കാൻ ആരുമില്ല, വാഹനങ്ങൾ പറന്നു. ഇടയ്ക്ക് നിർത്തി ആരോ ഇറങ്ങി അരികിലോട്ടേക്ക് അണഞ്ഞു. കുടിക്കാൻ ഇത്തിരി വെള്ളത്തിനായി അവരോട് ഞാൻ ഇരന്നു. എന്നെ നോക്കി ചിരിച്ചിട്ട് അവർ സെൽഫി എടുത്ത് പിരിഞ്ഞു. വാല് മുറിഞ്ഞ കുരങ്ങൻ, നിന്റെ കഥയിൽ ഞാനൊരു മണ്ടൻ, എന്റെ മനസ്സിൽ നീയാണ് വില്ല. ഇന്നത്തെ സമയം നിന്നെ വെല്ല, നിനക്കറിയില്ല ഇവിടെ എത്ര റോഡ് കിൽസ്. നിരന്തരം കാട്ടിൽ കുറുകെ പണിത റോട്ടിൽ നീ വലിച്ചെറിയും ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ്. വെള്ളമൊഴുകും തോട്ടിൽ എന്നിട്ട് പോകും വീട്ടിൽ. ഞങ്ങൾക്ക് വോട്ടില്ല, അതുകൊണ്ട് ആരും ചോദിക്കില്ല. ഇവിടെ വന്ന് നോക്കില്ല, പിന്നെയൊട്ടും ഓർക്കില്ല. പാണ്ടിലോറി കേറി പോയ തവള നിനക്ക് കോമഡി. 2 വണ്ടി കൂട്ടിയിടിച്ച് മനുഷ്യൻ ചത്ത ട്രാജഡി. നിർത്ത് നിന്റെ ഇരട്ട താപ്പ്, തിരിച്ചു താക്കും ഇതെന്റെ വാക്ക്. ഓർത്തു വെച്ചോ എന്റെലുണ്ട് നിന്റെ കണക്ക് പുസ്തകം. നാട്ടിലെ വിധി, കാട്ടിലെ രീതികൾ, മാറുന്ന നീതികൾ, പുതിയ കാഴ്ചകൾ, മനുഷ്യ ചെയ്തികൾ, മാറാത്ത ഭീതികൾ. അഭയം തേടി നീ കഥക് മൂടുന്നി. ലെറ്റ് ദ നേച്ചർ ഹീൽ, ജസ്റ്റ് ബോ യുവർ ഹെഡ് ആൻഡ് നീ. ഇനി നീ തലകുനിച്ചു നിൽക്ക്, ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്ക്. ഇതാ ലോക്ക്ഡൌൺ ടൈമിൽ പവർ ഹൗസ്. യെസ്, ഐ തിങ്ക് ഇതിനകത്ത് എന്തൊക്കെ കവർ ചെയ്തു? റോഡ് കിൽസ്, ആനിമൽസിന് അഗേൻസ്റ്റ് ഉള്ള വയലൻസ്. അവർക്കും എല്ലാം പറ്റിയാൽ അതൊരു കോമഡി, മനുഷ്യർക്ക് എന്തെങ്കിലും പറ്റി അതൊരു ട്രാജഡി. അപ്പൊ ഐ തിങ്ക് അതിന്റെ ഇടയിൽ ബോട്ടിൽസ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, വേസ്റ്റ് എല്ലാം പറയുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരിക്കൽ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പം ഞാൻ എൻ്റെ ഒരു വെള്ളം കുടിച്ചിട്ട് ഞാൻ കുപ്പി എറിഞ്ഞു. നീരജ് വണ്ടി നിർത്തിച്ച് ആ കുപ്പി എടുപ്പിച്ചു ബ്രോ എന്നാ കേൾട്ടൻ പത്തി എന്നൊരു സമയത്ത്. സോ ഇത് ഇയാൾ വെറുതെ പറയല്ല. ആൻഡ് നീരജ്, ഐ തിങ്ക് ഇനി നമുക്ക് നീരജിന്റെ റാപ്പിഡ് ഫയറിലേക്ക് വരാം, ബിക്കോസ് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഹാമ്പർ ഉള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ കുറെ പറഞ്ഞു. കഴിഞ്ഞു. യുവർ റാപ്പിഡ് ഫയർ ഇസ് ഓവർ. അതിൽ മറ്റേ റൈറ്റ് ആൻസർ റോങ് ആൻസർ ഇല്ലല്ലോ.
ആൻസറേ ഉള്ളൂ ഇതില്. ആംബർ ഇപ്പൊ എങ്ങനെ തരും? അതൊക്കെ ഞാൻ എന്റെ ബ്രെയിൻ ഇസ് ബഫറിംഗ്. ഇഫ് യു കുഡ് സ്വാപ്പ് യുവർ വാർഡ്രോബ്സ് ഏതെങ്കിലും ഒരു കോസ്റ്റാറിന്റെ കൂടെ ആരുടെ വാർഡ്രോബ് ആയിരിക്കും നമ്മൾ മാറ്റി എടുക്കുക? മലയാളത്തിൽ വേണോ? എനി ട്രാവിസ് സ്കോട്ട്. ഓ, ട്രാവിസിന് അത്രയും. പിന്നെ ഓൾ ദോസ് കാക്ടസ് ജാക്ക് കളക്ഷൻസ്. ഓർ വെയിറ്റ്, ദ ഗോട്ട് കാനിയ വെസ്റ്റ്. ഉറപ്പായിട്ടും ഓൾ ഈസി ഔട്ട്ഫിറ്റ്സ്. സോ ദേ ആർ ദ ഇൻസ്പിറേഷൻ. ഇത് ഇന്ത്യ വിട്ടു പോയിട്ടാ ചേട്ടാ. അടുത്തത്, ഹൗ മെനി സ്നീക്കേഴ്സ് ഡു യു ഓൺ? ഇത് നേരത്തെ പറഞ്ഞു, ബട്ട് ഓൾമോസ്റ്റ് ക്ലോസ് ടു 100 pairs. 100 pairs, ലൈക്ക് ഇതുപോലത്തെ. ലൈക്ക് ഇതുപോലത്തെ അല്ല, ജോർഡൻസ് എല്ലാം മോസ്റ്റ്ലി. നിന്റെ സ്വന്തമായിട്ട് എത്ര ഉണ്ടായിരുന്നു? ജോർഡൻസ് എല്ലാം. അത് ജോർഡൻ സ്വന്തം എത്ര? എന്റെ സ്വന്തമായിട്ടല്ല. ഓക്കെ, അടുത്തത്, വാട്ട് ഇസ് ദ മോസ്റ്റ് റെഡിക്കുലസ് റൂമർ? നീരജിനെ കുറിച്ച് കേട്ട ഏറ്റവും ഒരു വിയേർഡസ്റ്റ് റെഡിക്കുലസ് ആയിട്ടുള്ള ഒരു റൂമർ എന്തായിരുന്നു? അഹങ്കാരിയാണ്, ജാടയാണ്. അതൊക്കെ സത്യമല്ലേ? ഹാർഡ് ടു വർക്ക് വിത്ത്. അപ്പം ഇതില് ഇപ്പം അതല്ല കേട്ടോ, ഹാർഡ് ടു വർക്ക് വിത്ത് ഞാൻ സമ്മതിക്കും. I don't think so. അത് ഞാൻ സമ്മതിക്കില്ല. Easy to ആദ്യം വന്ന രണ്ടും ഞാൻ ചിലപ്പം. പക്ഷെ അത് ഒരു സമയത്ത് ഞാൻ വന്ന ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയുള്ള ആളായതുകൊണ്ട് ഒരാൾക്ക് ഒന്ന് ഇച്ചിരി ഒന്ന് ജാടിയിടാൻ തോന്നി. ആരാണ് ഇവിടെ തെറ്റ് പറയാൻ തോന്നുന്നത്? ആരാണല്ലേ? അങ്ങനെയല്ല, ഒരു അപ്പോഴേക്കും മാറിയിട്ടോ ബോഡി ഇത് കൂടുതൽ പ്രൊആക്റ്റീവ് ആയതാണ്. ഇത് മറ്റേ സിമ്പിൾ ആയതല്ല. അങ്ങനെയല്ല, ആക്ച്വലി കാലിന്റെ മുകളിൽ കാലിട്ട് അതെങ്ങനെ ജാടയാവണത്? ആ കാലൊക്കെ പോയി, അതൊക്കെ മാറി. മൊത്തത്തിലൊരു ഭയങ്കര ഹൈ മെയിൻ്റനൻസ് ഗൈ ആണെന്നുള്ള രീതിയിലുള്ള ഒരു പരിപാടി. അത് കുഴപ്പമില്ലല്ലോ. അയാൾ തന്നെ സമ്പാദിക്കുന്ന കാശിന് അയാള് മെയിൻ്റനൻസ് അയ്യോ അല്ലോ ഒക്കെ ആക്കട്ടെ. ഞാൻ ആക്ച്വലി നീരജിനെ കുറിച്ച് വലിയ റൂമേഴ്സ് ഇതൊക്കെ തന്നെ ഉള്ളൂ. ബട്ട് ഐ തിങ്ക് അങ്ങനത്തെ ഒരാളാണ് ഇപ്പം ബോളിവുഡിലും വർക്ക് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗിവ് യു ക്രെഡിറ്റ് ഫോർ ദാറ്റ്. എത്ര പേരുണ്ട് ബോളിവുഡിൽ പോയിട്ട് ഒരു ഫസ്റ്റ് വെബ് സീരീസ് മനോജ് ബാജ്പായ് പോലത്തെ ഒരാളുടെ കൂടെ, അല്ലെങ്കിൽ ഇപ്പം ആയുഷ്മാൻ കൂടെ യു ആർ വർക്കിംഗ് യുവർ നെക്സ്റ്റ് പ്രോജക്ട് മാധവന്റെ കൂടെ, അങ്ങനെ ടോപ്പ് ഹീറോസിന്റെ കൂടെ ഇൻ ബോളിവുഡ് ഓൾസോ യു ടേക്കൻ എ സ്പേസ്. അപ്പം ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഇപ്പം നമ്മളൊരു സ്കൂളിൽ പഠിക്കുമ്പോഴും എപ്പോഴും ആൾക്കാർ ടീച്ചേഴ്സ് പുറത്താക്കുന്നതും അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ഒന്ന് പേരൻസിനെ വിളിച്ചോണ്ട് വാ എന്ന് പറയുന്നതും ഒരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റിന് തന്നെയാണ്. എല്ലാവർക്കും ഒരു കാറ്റഗറി, എല്ലാവർക്കും ഒരു ബോക്സിലാണ്, ഒരു ചട്ടക്കൂടിലാണ് ഈ നമ്മളെല്ലാവരും ഇടുന്നത്. ഇപ്പം റെഡ് ഗ്രീൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു പുതിയ കളർ ഇത് എവിടെ ഇടും? ഈവൻ ഹി ഡസന്റ് ഫിറ്റ്. അപ്പം പീപ്പിൾ ആർ യൂസ്ഡ് ടു ഹാവിങ് ദറ്റ്. ഇവൻ ഇങ്ങനത്തെ ഒരാൾ ഇങ്ങനെ. സോ യു ജസ്റ്റ് സ്റ്റാൻഡ് ഔട്ട്, യു ആർ ലൈക്ക് ഡിഫറെൻറ്റ്. സോ പീപ്പിൾ ഹു ഡോണ്ട് നോ വാട്ട് ടു സേ അബൌട്ട് യു, അവൻ കുറച്ച് അഹങ്കാരി, ബിക്കോസ് ദേ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ യു. ഐ തിങ്ക് എന്താണെന്നറിയോ, ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുന്നതിനേക്കാൾ നല്ല ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു കുഡ് ഡിസ്ക്രൈബ് യുവർ റാപ്പർ ജേർണി ഇൻ 3 words, ബിക്കോസ് ഇപ്പം ദിസ് ജേർണി ഹാവ് സ്റ്റാർട്ടഡ് കുറച്ച് നാളായി. അപ്പൊ ഈ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? 3 words പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട്? ലൈക്ക് 3 words ഇൻ യുവർ, അല്ലെങ്കിൽ ആസ് എ സോങ് ഓൾസോ യു ക്യാൻ സിംഗ് അബൌട്ട് യുവർ റാപ്പർ ജേർണി. ഇറ്റ്സ് ജസ്റ്റ് ബീൻ പാത്ത് ബ്രേക്കിംഗ് ആൻഡ് എനിക്ക് 3 വാക്കുകളായിട്ട് കിട്ടുന്നില്ല. പക്ഷെ അതായത് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒരു മീഡിയം കിട്ടിയ പോലെ തോന്നി. അപ്പം ഒരു ഓൾട്ടർ ആണ്. മറ്റേ ഇപ്പം ബ്രൂസ് വെയിനും ബാറ്റ്മാൻ എന്ന് പറയുന്ന പോലെ നമ്മളുടെ പൈൽഡപ്പ് ആയിട്ടുള്ള സ്ട്രെസ്സും നമ്മൾക്ക് പറയാം എല്ലാം കൂടി ഒരു ഭയങ്കര വെന്റ് ഔട്ട് ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും. കാരണം ഇവിടെ എനിക്ക് പൂർണ്ണമായ കൺട്രോൾ ഉണ്ട്. സിനിമയിൽ ടു മെനി സ്ട്രിങ്സ് അറ്റാച്ച്ഡ്. ബട്ട് ഇവിടെ വി ഹാവ് കംപ്ലീറ്റ് ക്രിയേറ്റീവ് ഫ്രീഡം. സോ എനിക്ക് ഈ ഓൾട്ടർ ഈഗോ ഭയങ്കര, ഞാൻ അതിനെ എംബ്രേസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം ലൈവ് ഗിഗ്സും ഇപ്പം എൻ്റെ പാട്ടുകളുടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇറക്കുന്നതും ഇടയിൽ കൂടെ ഷോസ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് റീചാർജ് ചെയ്ത് വന്നിട്ട് ഇവിടെ ഇറങ്ങാം. വാട്ട് ഈസ് ദ ഫസ്റ്റ് ജോബ്? ഇപ്പൊ വെൻ യു ആർ ചൈൽഡ് അപ്പോഴേ യു വാണ്ടഡ് ടു ആക്ട്, അതാണോ ഡ്രീം ആയിരുന്നു? അതോ വാട്ട് ഡിഡ് യു വാണ്ട് ടു ബിക്കം? എന്താവണം എന്നായിരുന്നു ചെറുപ്പത്തിലെ ആഗ്രഹം? ഞാൻ 7ാം ക്ലാസ് വരെ സ്പേസ് സയന്റിസ്റ്റ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ബിക്കോസ് ഞാൻ ഭയങ്കര ആസ്ട്രോണമി ഫാൻ ആയിരുന്നു. ഞാൻ പ്ലാനറ്റേറിയത്തിൽ മെമ്പർഷിപ്പ്, പ്രോബബ്ലി ഞാൻ ഈ പ്ലാനറ്റേറിയം, കാലിക്കറ്റ് പ്ലാനറ്റേറിയം ഉണ്ട്, പ്ലാനറ്റേറിയത്തിൽ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അവിടെ ക്ലാസ്സുകൾക്കൊക്കെ പോവുകയും നക്ഷത്രങ്ങളും ഇതൊക്കെ ഭയങ്കര, അത് ഇടയ്ക്കിടയ്ക്ക് നീ ഏറി പോണേ. ഇടയ്ക്കിടയ്ക്കില്ല, ഫുൾ ടൈം അങ്ങനെ ഒരു സൈഡ് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് നോബഡി നോസ് അബൌട്ട്
ഹൗ ടു ഗെറ്റ് ദെയർ ഓർ അപ്പം പിന്നെ ഞാനൊരു പോയിന്റിൽ എൻ്റെ ആർട്ടിസ്റ്റിക് ഇൻക്ലിനേഷൻ കൂടുതലായി. ഓക്കെ. അപ്പം പിന്നെ അതങ്ങോട്ട് സൈഡിലായി. ദാറ്റ് വാസ് ഇനിഷ്യൽ ഒരു സാധനം. ഒരു 6th 7th വരെ അത് പറഞ്ഞുകൊണ്ടിരുന്നു. ഹൈസ്കൂൾ എത്തിയപ്പോഴേക്കും അത് മാറി. അമൃത TV നിന്റെ ഒരു വീഡിയോ ഇടാറുണ്ട് ഭരതനാട്യത്തിൽ. ഇവിടുന്ന് ഇപ്പിടി ഇരുന്ന് ഞാൻ എവിടെയായിട്ട്. എൻ്റെ ഫസ്റ്റ് ജോബ് ആക്ച്വലി കൊറിയോഗ്രാഫർ ആയിരുന്നു. ഓക്കെ. അത് ഏത് ഏജിലായിരുന്നു? 19 ആ ഒരു ഏജ്. ബിക്കോസ് ഈവൻ ഞാനും കോളേജിൽ പഠിക്കുമ്പോൾ I used to go ബനാർക്കട്ട റോഡിൽ പോയിട്ട് അവിടെ ഒരു കോളേജിൽ പോയി പഠിപ്പിക്കുമായിരുന്നു. നീ വേറെ കോളേജ് കോമ്പറ്റീഷൻസ് ഒക്കെ വിൻ ചെയ്യും. ഞാൻ എന്റെ ആ സെയിം കൊറിയോഗ്രഫിയാണ് അവരും ചോദിക്കുക. ആ വിൻ ചെയ്ത കൊറിയോഗ്രഫി അവർ പഠിപ്പിച്ചു കൊടുക്കുകയോ ചോദിക്കും. അതായിരുന്നു പരിപാടി. ലൈക്ക് നമ്മൾ വിൻ ചെയ്യുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യല്ലോ, അപ്പൊ നമുക്ക് വേറെ കോളേജസിലേക്ക് വിളികൾ വരും. അടിപൊളി. അങ്ങനെ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ജോബ്. ഞാൻ എൻസൈക്ലോപീഡിയ നമ്മുടെ MCC സൈഡില്ലേ എൻസൈക്ലോപീഡിയ, ബുക്കിന്റെ വെയിറ്റ് ഉണ്ടല്ലോ. എൻസൈക്ലോപീഡിയ വിൽക്കാൻ പോയിരുന്നു. അതും ആ താമ്പരം സൈഡിലടാ. ആര് വാങ്ങാനാ? താമ്പരം പക്കത്തുള്ള. എനിവേ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഒരു 1 CR കയ്യിൽ തരാണ്, ഇഷ്ടമുള്ള ഒരു ബിസിനസ് തുടങ്ങിക്കോ എന്ന് പറയുകയാണെങ്കിൽ വാട്ട് ബിസിനസ്? 1 CR ഒരു ബിസിനസ് ഒന്നും മര്യാദയ്ക്ക് തുടങ്ങാൻ പറ്റും. 10 കൊടുക്ക്. ഓക്കെ 10. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ 15 വേണേ തരാം, അതിലും കൂടുതൽ എനിക്ക് പറ്റൂല. 15. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഒരു എന്റെ സ്വന്തം പ്രൊഡ്യൂസ് ചെയ്യാമോ? സിനിമ പ്രൊഡ്യൂസർ ആയിട്ടോ ഞാൻ തന്നെ ഞാൻ കോറൈറ്റ് ചെയ്ത് 2 സബ്ജക്ട്സ് ഉണ്ട്. Okay. അപ്പം അതിലൊന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. എഗ്രിമെന്റ് എടുത്തു. പേർലി 15 എന്നെ ഹീറോയിൻ ആക്കിയല്ലേ ഞാൻ. അങ്ങനെ ഉണ്ടോ? ആക്ക് ലവകുശ 2 പേർലി. അങ്ങനെയാണോ? പൈസ തരുമോ? കുഷയായിട്ട് ഞാൻ വരും. കുശ നമുക്ക് പ്രൊഡ്യൂസറിന് ഒരു ക്യാമിയോ തരാം. ഒരു പാട്ട്. എനിക്ക് ക്യാമിയോ വേണ്ട, എനിക്ക് ഫുൾ ഫ്ലെജ് റോള്, ചാലഞ്ചിങ് റോള് ഉണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഐ തിങ്ക് ദാറ്റ്സ് എ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു. നല്ലൊരു കൈഡി. ഐ തിങ്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വേറെ രീതിയിലാണ് ഈ ഇന്റർവ്യൂ പോയിരിക്കുന്നത്. ആരാ പ്രതീക്ഷിച്ച? എന്താ പ്രതീക്ഷിച്ചത്? ഞാൻ പ്രതീക്ഷിച്ചത് ശരിക്കും ഇത് തന്നെയാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഗസ്റ്റുകൾ വരുമ്പോൾ ഞാൻ പറയും, നമുക്ക് ഒരിക്കലും ഇത് എങ്ങനെ പോകുന്നു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എവ്രി പേഴ്സൺ ഇസ് ഡിഫറെൻറ്റ്. എവ്രി പേഴ്സൺസ് ഐഡിയോളജീസ് ആർ ഡിഫറെൻറ്റ്. അവരുടെ മൂഡ്സ് വേറെയാണ്. അപ്പം നിങ്ങൾ 2 പേര് ഇന്ന് ഇവിടെ കൊണ്ടുവന്ന ഒരു ഫൺ ആൻഡ് ഒരു ഇൻസൈറ്റ്ഫുൾ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഒരു മലയാളം വെബ് സീരീസ് വരുന്നത്. അത് നമ്മുടെ LUC ആണ്. അതൊന്നും കൂടി പറയണം. കൊള്ളാലോ. 1 2 3 സ്റ്റാർട്ട്. ലൂസിയോ? ലൂസി അല്ല, യൂസി. ഐസ്ക്രീം യൂസ്ക്രീം പഠിച്ചിട്ടില്ല? വി ഓൾ സ്ക്രീം ഐസ്ക്രീം. അതാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരു റാപ്പറിന് പോലും പറ്റാത്ത സാധനമാണ് ഞാനിപ്പോ ഉണ്ടാക്കിയത്. What is LUC? എന്നാ ഈ കൺസ്ട്രക്ഷൻ തീരാ? 28-ാം തീയതി. തീരില്ല, തുടങ്ങിയുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മുടെ ഈ ഒരു വെബ് സീരീസിന്റെ വിശേഷങ്ങളും ഇവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ ഐ എം റിയലി എക്സൈറ്റഡ്. നിർത്തുവാണോ? നമ്മളൊരു ഹാമ്പർ തരാനുള്ള ഒരു പ്ലാൻ ആണ്. അപ്പൊ ഒരു ഫുഡ് നമുക്ക് എന്നിട്ട് ഇവിടെ തന്നെ ഇന്ന് കണ്ടിന്യൂ ചെയ്താലോ? ഇപ്പോഴാണ് നമ്മൾ സെറ്റ് ആയി. There is a cute hamper. I hope you guys like it. സൂപ്പർബ് അല്ലേ? കരൺ ജോർജ് ഷോയിൽ പോലും ഇത്ര നല്ല ഹാമ്പർ ഇല്ല. താങ്ക് യു. ഞാൻ പോയിരുന്നു. നിങ്ങൾ വേണമെങ്കിൽ തുറന്നൊക്കെ നോക്കിയോട്ടോ. എനിക്ക് എപ്പോഴും കമന്റ് വരും, പേൾ ചേച്ചി എന്താ ഇതിനകത്തുള്ളതെന്ന്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ കാണിച്ചു. ചായക്കപ്പ് ഇത് കൊള്ളാം. അതിന് പിടിയില്ലേ? സെന്റഡ് ക്യാൻഡിൽ. എനിക്ക് ഒരു എത്തും പിടിയില്ലാത്തതുകൊണ്ട് സെന്റഡ് ക്യാൻഡിൽ നൈസ്. ഇത് ആക്ച്വലി എടുക്കാൻ കാര്യം വേറൊന്നുമല്ല, ഇത് അത്രയും എഫേർട്ട് അവർ ഇട്ടിട്ടുണ്ട് ടു മേക്ക് ഇറ്റ് ലുക്ക് ബ്യൂട്ടിഫുൾ. കോസ്റ്റേഴ്സ് ഭയങ്കര രസമായിട്ടുണ്ട്. ഇതിന്റെ പേരെന്താ? കോസ്റ്റർ. അതായത് ചായ വെക്കുമ്പോൾ അതാണ്. ബോഡി ലോഷൻ, മൾബറി പ്രിസർവ്. ബ്രെഡിൽ തേച്ച് അല്ലെ, വെറുതെ സ്പൂണിൽ കഴിക്കാം. മൾബറി ഒക്കെ നല്ലതാണ്. കുളിക്കണം ഇനി പോയിട്ട്. നമുക്ക് ധ്യാനം കൊടുത്താലോ? നന്നായിരിക്കും.
നന്നായിരിക്കും. കാപ്പി അതുകൊണ്ട് 2 തന്നു നിങ്ങൾ രണ്ടുപേർക്കും. ഓഹോ ഇത് നല്ല മണമാട്ടോ. Nice. ഇന്നലെ രാത്രി ഞാൻ ഒരു 2-3 മണിയായപ്പോ ഒന്ന് ഉണർന്നിട്ട് ഒരു ചോക്ലേറ്റ് കഴിക്കണം എന്ന് ആഗ്രഹിച്ചു. ജാം ആണോ? നിനക്ക് ഇഷ്ടമല്ല? It's a preserve. നീ ഡയറ്റ് അല്ലേ? ഓ ഡേവിഡ് ഓഫ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കൊതിച്ചു. ബട്ട് യാ കോഫി ഈസ് ഓൾവേസ് ഫേവറേറ്റ്. ഞാൻ വെറുതെ പറയല്ല, ഇതിന്റെ പിന്നിലെ ബ്രെയിൻസ് ആരുടെയാ? നമ്മുടെ എല്ലാവരുടെയും. എല്ലാവരുടെയും ഉണ്ട്. ഹാറ്റ്സ് ഓഫ്. താങ്ക് യു സോ മച്ച്. സീരിയസ്ലി ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ പുതിയ ഗിഫ്റ്റ് അല്ല, ഒരു സെൻസിബിൾ, ഭയങ്കര എലഗന്റ്. It's well made and well kept, well presented. വെൽ ക്യൂറേറ്റഡ് ഹാമ്പർ. താങ്ക് യു പേർലി ആൻഡ് ടീം. അപ്പൊ ഇത് ഗെയിം കളിച്ച് നിങ്ങൾ രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തു. അപ്പൊ മൈജി, ആസ് യു നോ, ദേ ഹാവ് കം ഔട്ട് വിത്ത് പെർഫ്യൂംസ് ഓൾസോ. അപ്പൊ മൈജിയുടെ മൈ പാർഫ് ആസ് റെയർ ആസ് യു. Thank you. ആൻഡ് ദിസ് ഇസ് യുവർ മൈ പാർഫ്. താങ്ക് യു. Okay? But thank you so much, guys. And it just felt like 2 friends coming over. വീട്ടിൽ വന്നിരുന്ന കഥ പറയുന്ന പോലെ. ഐ ക്യാൻ ഗോ ഓൺ ഫോർ. സീരിയസ് ആയി പോയില്ലല്ലോ? ഒരിക്കലും ഇല്ല. ഐ തിങ്ക് ഒരു ബ്ലെൻഡ് കൊള്ളാം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, ഗൈസ്. Thank you. താങ്ക് യു സോ മച്ച്. This video is powered by MyG Future. Experience the next. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 Holy Money Show. Oh, oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Holy Money Show.